ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ജെൻസി കുട്ടികൾ തൃശ്ശൂരിൽ അങ്ങ് അരങ്ങ് തകർക്കുകയാണ്. ഇന്ന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ 3-ാം ദിനമാണ്. ഇന്നും ജനപ്രിയ ഇനങ്ങളൊക്കെ വേദിയിൽ എത്തുന്നുണ്ട്. ഒപ്പം സ്വർണ്ണക്കപ്പിനായുള്ള വാശിയേറിയ പോരാട്ടത്തിലാണ് കോഴിക്കോടും കണ്ണൂരും ഒക്കെ. കൗമാര കേരളം അവിടെ അരങ്ങ് തകർക്കുമ്പോൾ നിയമസഭാ പോരാട്ടത്തിന്റെ തന്ത്രങ്ങൾ മെനയുന്നതിന്റെ തിരക്കിലാണ് നമ്മുടെ രാഷ്ട്രീയ കേരളം. സീറ്റ് നിർണയ ചർച്ചകളും ഒപ്പം മുന്നണി മാറ്റ അഭ്യൂഹങ്ങളും ഒക്കെയായി അണിയറയിൽ ഒരുക്കങ്ങളൊക്കെ തകൃതിയാണ്. കേരള കോൺഗ്രസ് എമ്മിന്റെ നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് ചേരുന്നുണ്ട്. ഒപ്പം CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗമുണ്ട്. മറ്റൊരു കാര്യം, ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിർണായകമായൊരു ദിനം കൂടിയാണ്. കാരണം ജാമ്യ ഹർജി തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഇങ്ങനെ നിരവധി വാർത്തകളൊക്കെ ഉള്ളൊരു ദിവസമാണ്. ഇതിലേക്കൊക്കെ വരാം. ആദ്യം നമുക്ക് പ്രധാന തലക്കെട്ടുകൾ നോക്കാം. ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നിർണായകം. ജാമ്യ ഹർജി തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കും. അറസ്റ്റ് നടപടിക്രമങ്ങൾ പാലിക്കാതെയെന്ന പ്രതിഭാഗം. രാഹുൽ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്ന് SIT. കേരള കോൺഗ്രസ് എമ്മിന്റെ നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി ഇന്ന് കോട്ടയത്ത്. ജോസ് കെ മാണി UDF പ്രവേശനം തള്ളിയിട്ടും പാർട്ടിയിൽ ആശയക്കുഴപ്പം തുടരുന്നു. LDF വിടണമെന്ന നിലപാടിൽ ഒരു വിഭാഗം നേതാക്കൾ. CPM കേന്ദ്ര കമ്മിറ്റിക്ക് തിരുവനന്തപുരത്ത് തുടക്കം. കേരളം അടക്കം 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കം ചർച്ചയാകും. റിമാൻഡിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം ശങ്കർദാസിനെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ തീരുമാനം ഇന്ന്. ജയിൽ ഡോക്ടർ സ്വകാര്യ ആശുപത്രിയിൽ എത്തി പരിശോധിക്കും. SIT ഇന്ന് തന്ത്രിക്കായി കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പിനായി പോരാട്ടം. പോയിന്റ് പട്ടികയിൽ കോഴിക്കോടും കണ്ണൂരും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ. ഇന്ന് ഭരതനാട്യവും കുച്ചിപ്പുടിയും അടക്കമുള്ള ശാസ്ത്രീയ നൃത്തങ്ങൾ അരങ്ങിൽ. സമാധാന നൊബേൽ സമ്മാനം ട്രംപിന് സമർപ്പിച്ചതായി വെനിസ്വേലൻ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോ. വൈറ്റ് ഹൌസിൽ ട്രംപ്, മരിയ കൊറിനോ മച്ചാഡോ കൂടിക്കാഴ്ച. വെനിസ്വേലക്കാർക്ക് ഇത് ചരിത്ര ദിനമെന്ന് മച്ചാഡോ. ബലാത്സംഗ കേസിൽ റിമാൻഡിലുള്ള പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. കേസ് അന്വേഷിക്കുന്ന SIT-യുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും ജാമ്യാപേക്ഷയിൽ കോടതി തീരുമാനം പറയുക. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിൽ വാങ്ങിയ രാഹുലിനെ പീഡനം നടന്നതായി പറയപ്പെടുന്ന തിരുവല്ലയിലെ ഹോട്ടലിലെത്തിച്ച് തെളിവെടുത്തിരുന്നു. കണ്ണൻ ദേവുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. കണ്ണൻ, വിശദമായ ഒരു വാദം ജാമ്യ ഹർജിയിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അത് തീർച്ചയായും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷയിൽ വിശദമായ ഒരു വാദം തന്നെ നടക്കും. കാരണം 2 ദിവസം മുൻപ് തന്നെ ഈ ജാമ്യ ഹർജി നൽകിയിരുന്ന സമയത്ത് കസ്റ്റഡി അപേക്ഷ അടക്കം ഈ അന്വേഷണ സംഘം നൽകിയിരുന്നത് കൊണ്ട് ഈ ജാമ്യാപേക്ഷ പിന്നീടത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ കസ്റ്റഡി അപേക്ഷ കഴിഞ്ഞതിന് ശേഷം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും റിമാൻഡ് ചെയ്തിരുന്നു. ഇന്ന് ഇപ്പോൾ ഈ ജാമ്യാപേക്ഷ തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുകയാണ്. ഈ വാദം ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ നിർണായകമാണ്. ഈ കസ്റ്റഡി, അതായത് ഈ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അന്വേഷണ സംഘത്തോട് യാതൊരു വിധത്തിലും സഹകരിക്കുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ അന്വേഷണ സംഘം പറഞ്ഞിരുന്നു. ഈ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചിട്ടായിരിക്കും ഈ രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതി ഒരു തീരുമാനമെടുക്കുക. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിനോട് യാതൊരു വിധത്തിലും സഹകരിക്കുന്നില്ല, അതായത് ചോദ്യം ചെയ്യലിനോട് പ്രതികരിക്കുന്നില്ല. മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ ഫോൺ ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിക്കാൻ ഇതിന്റെ ലോക്ക് തുറന്നു കൊടുക്കുകയോ അത്തരത്തിൽ ഈ ഫോൺ പരിശോധിക്കാൻ അടക്കം സഹായിക്കുന്നില്ല എന്ന അടക്കം കാര്യങ്ങൾ ഈ അന്വേഷണ സംഘം ഇന്ന് കോടതിയെ അറിയിക്കും. എന്തായാലും ഈ രാഹുലിന്റെ അറസ്റ്റ് അടക്കം യാതൊരു വിധത്തിലും കണ്ണൻ, ഈ രാഹുലിന്റെ അറസ്റ്റ് യാതൊരു നടപടിക്രമങ്ങളൊന്നും പാലിക്കാതെയുള്ള ഒരു അറസ്റ്റ് ആയിരിക്കും എന്ന് തെളിയിക്കാൻ തന്നെയായിരിക്കില്ലേ ഈ പ്രതിഭാഗത്തിന്റെ ഒരു ശ്രമം ഉണ്ടാവുക?
അതെ, നിയമവിരുദ്ധമായ രീതിയിലാണ് രാഹുലിന്റെ അറസ്റ്റ് അടക്കം നടത്തിയിരിക്കുന്നത് എന്നാണ് പ്രതിഭാഗം വാദിക്കുന്നത്. അതായത് പരാതിക്കാരിയുടെ നേരിട്ടുള്ള പരാതിയോ അല്ലെങ്കിൽ പരാതിക്കാരി എത്തി ഒപ്പിട്ട് കൊടുക്കുകയോ അത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഈ കേസിൽ ഉണ്ടായിട്ടില്ല. ഇത്തരമൊരു കേസിൽ ഈ പരാതിക്കാരി നേരത്തെ ഇമെയിൽ വഴിയാണ് ഈ പരാതി അയച്ചത്. ഇവർ വിദേശത്താണുള്ളത്. ഈ വിദേശത്തു നിന്നും പിന്നീട് നേരിട്ടെത്തി മൊഴി നൽകുകയോ അല്ലെങ്കിൽ ഒപ്പിട്ട് നൽകുകയോ ഒക്കെ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്നാൽ അന്വേഷണ സംഘം പറയുന്നത് ഇത് വീഡിയോ കോൺഫറൻസ് വഴി ഇത്തരത്തിൽ ഈ മൊഴിയെടുക്കാൻ സാധിക്കും എന്നത് അടക്കമുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇതിനെ സംബന്ധിച്ചും കോടതി ഇന്ന് നിർണായകമായ തീരുമാനമായിരിക്കും എടുക്കുക. എന്തായാലും കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ നിസ്സഹകരണം മൂലം കസ്റ്റഡി അപേക്ഷ നീട്ടി ചോദിച്ചിരുന്നില്ല. ഇന്നലെ തന്നെ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കുമ്പോൾ ആ ജാമ്യാപേക്ഷയിൽ കൂടുതൽ വാദം നടക്കുമെന്ന് ഈ പ്രതിഭാഗം വക്കീൽ അറിയിച്ചിരുന്നു. എന്തായാലും ഇത് സംബന്ധിച്ച് ഇന്ന് നിർണായകമായ ഒരു ദിവസം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്. ഇക്കാര്യത്തിൽ എന്ത് തീരുമാനം കോടതി എടുക്കുമെന്ന് അറിയേണ്ടതുണ്ട്. കണ്ണൻ, ഈ ചോദ്യം ചെയ്യലിനോട് ഉൾപ്പെടെ രാഹുൽ സഹകരിക്കില്ല എന്ന് ക്രൈംബ്രാഞ്ച് പറയുമ്പോഴും തീർച്ചയായും അത് കോടതിയെ അറിയിക്കുകയും ചെയ്യും. നേരത്തെ ഈ കസ്റ്റഡിയിൽ ആവശ്യമില്ല എന്നായിരുന്നു ക്രൈംബ്രാഞ്ച് പറഞ്ഞിരുന്നത്. പക്ഷേ ഈ രാഹുലിന്റെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ മൊബൈൽ ഫോണൊന്നും പരിശോധിക്കാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു ഈ ക്രൈംബ്രാഞ്ച് സംഘം പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ രാഹുൽ പുറത്തിറങ്ങാനുള്ളൊരു സാധ്യത എങ്ങനെയാണ്? ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫോൺ അടക്കം പരിശോധിക്കാൻ ഇതിന്റെ ലോക്ക് അടക്കം പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതിന് യാതൊരുവിധ സഹകരണം ഉണ്ടാകുന്നില്ല. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അനുകൂലമായ ചില തെളിവുകൾ ഈ ഫോണിനുള്ളിലുണ്ട്. അത് ഈ അന്വേഷണ സംഘത്തിന് മുൻപിൽ ലഭിച്ചാൽ ചിലപ്പോൾ അത് ഇല്ലാതാകും. തന്നെ കൊടുക്കാനുള്ള ശ്രമമായിരിക്കും നടക്കുക. ഇതൊരു ഗൂഢാലോചനയാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വാദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ SIT സംഘം ഇദ്ദേഹത്തിന്റെ കസ്റ്റഡി അപേക്ഷ നീട്ടി ചോദിച്ചിരുന്നില്ല. ഇദ്ദേഹത്തിന് ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്നത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ഈ SIT സംഘം കോടതിയെ ഇന്ന് അറിയിക്കും. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഇത്തരത്തിൽ തന്നെയാണ് പ്രതികരണം നടത്തിയത്. അദ്ദേഹത്തിന്റെ ഈ നിസ്സഹകരണമല്ല, ഇദ്ദേഹം കേസുമായി സഹകരിക്കുന്നുണ്ട്. അല്ല അത്തരത്തിലുള്ള അതുകൊണ്ട് തന്നെയാണ് കോടതി ഈ തെളിവെടുപ്പ് അടക്കം പൂർത്തിയാക്കാൻ കഴിഞ്ഞതെന്ന തരത്തിലുള്ള പ്രതികരണം പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇദ്ദേഹത്തെ തിരുവല്ലയിലെ ഹോട്ടലിലടക്കം എത്തിച്ച് പരിശോധന നടത്തിയിരുന്നു. അന്നേരം ഇവർ ഈ പരാതിക്കാരിയുമായി ഈ ഹോട്ടലിൽ എത്തി എന്നതടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ കൂടുതൽ കാര്യങ്ങൾ ഇവിടെ 1 മണിക്കൂറിലധികം ചെലവഴിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥിരീകരിച്ചു. എന്നാൽ ഈ ബലാത്സംഗം അടക്കമുള്ള കാര്യങ്ങൾ യാതൊരു തരത്തിലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ സമ്മതിച്ചിട്ടില്ല. ശരി കണ്ണൻ, ബലാത്സംഗ കേസിൽ റിമാൻഡിലുള്ള പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ട് രാഹുലിനേറെ നിർണായകമാണ് ഇന്നത്തെ ഒരു നടപടിക്രമങ്ങൾ ഒക്കെ എന്ന് പറയുന്നത്. കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ദ്വാരപാലക ശില്പ കേസിൽ രണ്ടാമതും അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ കസ്റ്റഡി അപേക്ഷ SIT ഇന്ന് കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട്. 7 ദിവസത്തെ കസ്റ്റഡിയാണ് അന്വേഷണ സംഘം ആവശ്യപ്പെടുക. അതിനിടെ റിമാൻഡിലായ KP ശങ്കരദാസിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇന്ന് മാറ്റിയേക്കും. ജയിൽ ഡോക്ടർ ശങ്കരദാസ് ചികിത്സയിൽ കഴിയുന്ന സ്വകാര്യ ആശുപത്രിയിലെത്തി പരിശോധിക്കുകയും ചെയ്യും. അൺഫിൽറ്റ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അൺഫിൽറ്റ്, ഈ തന്ത്രിയുടെ കേസ് 2 കേസുകളാണ്. ഈ തന്ത്രിയിൽ നിന്ന് കൂടുതലായി ചോദിച്ച് അറിയാനുണ്ട്. മറ്റാർക്കെങ്കിലും ഒക്കെ ഇതിൽ പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ഈ തന്ത്രിയുടെ മൊഴി ഈ മുന്നോട്ടുള്ള അന്വേഷണത്തിന് വളരെ പ്രധാനമാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തന്ത്രി കണ്ഠരര് രാജീവരെ രണ്ടാമത്തെ കേസിലാണ് കഴിഞ്ഞ ദിവസം ജയിലിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആദ്യത്തെ കേസിൽ അദ്ദേഹം ഈ കട്ടള പോളിംഗുമായി ബന്ധപ്പെട്ട ആദ്യത്തെ കേസിലാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അദ്ദേഹം നിലവിൽ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ കഴിയുകയാണ്. ഈ സബ് ജയിലിൽ കഴിയുമ്പോൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം എത്തി രണ്ടാമത്തെ കേസ്, അതായത് ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട ദ്വാരപാലക ശില്പം കടത്തിയ കേസിൽ തന്ത്രിക്ക് കൃത്യമായി അറിയാമായിരുന്നു. തന്ത്രിയുടെ അറിവോടുകൂടി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതൊക്കെ തന്നെ ചെയ്തത്. മാത്രവുമല്ല അവിടെ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു പൂജാകർമ്മം തന്ത്രി നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ തന്ത്രിക്ക് കൃത്യമായി സ്പോൺസറുടെ കൈവശം കൊടുത്തയക്കുന്നു. അതിൽ ദ്വാരപാലക ശില്പത്തിന് മങ്ങലേറ്റതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ആചാരവിധി പ്രകാരവും തന്നെ നിർദ്ദേശത്തോടു കൂടി തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം അത് കൊടുത്തയക്കുന്നത്. അതുകൊണ്ട് ഇതിലൊക്കെ തന്നെയും തന്ത്രിയുടെ പങ്ക് വളരെ നിർണായകമാണ്.
ഇക്കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് SIT കോടതി വിജിലൻസ് കോടതി റിപ്പോർട്ട് സമർപ്പിച്ചത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്യാൻ കോടതി അനുവാദം നൽകുകയും അതേ തുടർന്ന് കഴിഞ്ഞ ദിവസം ജയിലിലെത്തി അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തെ കസ്റ്റഡി വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന്. അതുകൊണ്ടാണ് ഈ കസ്റ്റഡി അപേക്ഷ നൽകുക. 7 ദിവസമെങ്കിലും കസ്റ്റഡി വേണമെന്നാണ് അന്വേഷണ സംഘം കോടതിയോട് ആവശ്യപ്പെടുക. പക്ഷേ 7 ദിവസവും കസ്റ്റഡിയിൽ നൽകുമോ എന്നത് സംശയം തന്നെയാണ്. എങ്കിലും ഇന്ന് കസ്റ്റഡിയിൽ അപേക്ഷ സമർപ്പിക്കുന്ന സാഹചര്യത്തിൽ കുറഞ്ഞത് 3 ദിവസത്തേക്കുള്ള കസ്റ്റഡിയിൽ കിട്ടാനാണ് സാധ്യത. കാരണം തന്ത്രിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഈ ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ നിലവിലെ ഈ കൊടിമരം സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടും വാജി വാഹനത്തിന്റെ ഉടമസ്ഥ അവകാശക്കാർക്കും അങ്ങനെ നിരവധി വിഷയങ്ങൾ തന്ത്രിയുമായി ബന്ധപ്പെട്ട് ഈ കേസ് കിടപ്പുണ്ട്. അതിനൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന്. അതിന്റെ ഭാഗമായാണ് കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം വാങ്ങുന്നതും അത് ഇന്ന് തന്നെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. അതോടൊപ്പം കേസിൽ അറസ്റ്റിലായ 11ാമത്തെ പ്രതിയായിരിക്കുന്ന അൻഫിലിറ്റ് അത് തന്നെ അതിലേക്കാണ് വരുന്നത്. ഈ ശങ്കർദാസിന്റെ ആരോഗ്യനിലയെ കുറിച്ചൊക്കെ ഈ പല രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഈ അറസ്റ്റ് വൈകുന്നതിനൊക്കെ ഒപ്പം ഈ ആശുപത്രി വാസത്തെയൊക്കെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയൊക്കെ വിമർശിച്ചിരുന്നു. അതായത് മകൻ SP ആയതുകൊണ്ടാണ് അദ്ദേഹം ആശുപത്രിയിൽ തന്നെ കഴിയുന്നത് എന്നൊക്കെയായിരുന്നു പറയുന്നത്. അപ്പോൾ മൊഴിയെടുക്കൽ സംബന്ധിച്ചൊക്കെ ഒരു പ്രശ്നം നേരിടുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും ഇനി മുന്നോട്ടുള്ളൊരു നടപടി? ശങ്കരദാസ് നിലവിൽ തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയാണ് ചികിത്സയിൽ കഴിയുന്നത്. അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് അന്വേഷണ സംഘം ഈ ഹൈക്കോടതിയിൽ നിന്നുള്ള അതിരൂക്ഷമായ വിമർശനം അന്വേഷണ സംഘത്തിന് നേരിടേണ്ടി വന്നിരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ICUവിലായിരുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ. ICUവിൽ നിന്ന് റൂമിലേക്ക് മാറ്റിയത് തൊട്ട് മുന്നിൽ അന്വേഷണ സംഘം അവിടെ രാത്രിയോട് എത്തുന്നു. അദ്ദേഹത്തെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അതിനുശേഷം ഇന്നലെയാണ് കൊല്ലം വിജിലൻസ് ജഡ്ജ് ആശുപത്രിയിലെത്തി അദ്ദേഹത്തിന്റെ റിമാൻഡ് നടപടികൾ പൂർത്തിയാക്കി 14 ദിവസമാണ് നിലവില് KP ശങ്കരദാസിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിലവിൽ റിമാൻഡ് ചെയ്യുന്ന പ്രതി ഒരിക്കലും ഒരു സ്വകാര്യ ആശുപത്രിയിൽ പാടില്ല. അദ്ദേഹത്തെ സർക്കാർ ആശുപത്രി തന്നെയാണ് മാറ്റേണ്ടത്. അതുകൊണ്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുന്നത്. പക്ഷേ നിലവിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി അല്പം ഗുരുതരം എന്ന് പറയാൻ കഴിയുകയില്ലെങ്കിൽ പോലും ആരോഗ്യസ്ഥിതി ആശുപത്രിയിൽ നിന്ന് മാറ്റാവുന്ന രീതിയിൽ മെച്ചപ്പെട്ടിട്ടില്ല എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു നിജസ്ഥിതി പരിശോധിക്കാൻ അന്വേഷണ സംഘത്തിന് വ്യക്തത വരുത്താൻ തിരുവനന്തപുരം ജയിലിൽ നിന്നുള്ള ഡോക്ടർ ഇന്ന് സ്വകാര്യ ആശുപത്രിയിലെത്തി അദ്ദേഹത്തെ വിശദമായി പരിശോധിച്ചു. ആ ഡോക്ടറുടെ നിർദ്ദേശം എന്താണോ ആ നിർദ്ദേശത്തിനനുസരിച്ച് മാത്രമേ അദ്ദേഹത്തെ ആശുപത്രി മാറ്റുന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനായി കഴിയുകയുള്ളൂ. സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടർമാർ പറയുന്നത് അദ്ദേഹത്തെ ഉടനെ ആശുപത്രി മാറ്റുക സാധ്യമല്ല എന്ന രീതിയിലാണ്. പക്ഷെ അതിലൊരു ഉറപ്പോ വ്യക്തതയോ വരുത്താൻ ജയിലിലെ ഡോക്ടർ പരിശോധിച്ച് അദ്ദേഹത്തെ മാറ്റാൻ നിലവിലെ സാഹചര്യത്തിൽ മാറ്റുന്നതിൽ കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റുന്നതാണ്. 14 ദിവസത്തെ കസ്റ്റഡിയാണ് ആശുപത്രിയിൽ മാറ്റിയതിനു ശേഷം പക്ഷെ മൊഴി രേഖപ്പെടുത്തുന്നത് ഇതേ ആ സാഹചര്യത്തിലാണെങ്കിൽ പ്രായോഗികമല്ല എന്നൊരു വിലയിരുത്തൽ കൂടി ഡോക്ടർമാർ നൽകുന്നുണ്ട്. മായ ശരി, അൺഫിലിറ്റ് ആണ് വിവരങ്ങൾ നൽകിയത്. ഈ കേരള കോൺഗ്രസ് എമ്മിന്റെ നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി ഇന്ന് കോട്ടയത്ത് നടക്കുന്നുണ്ട്. രാവിലെ 11 മണി മുതൽ കോട്ടയത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ് യോഗം നടക്കുന്നത്. മുന്നണി മാറ്റം സംബന്ധിച്ച വിവാദങ്ങളും യോഗത്തിൽ ചർച്ചയാകും. കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി മുന്നണി മാറ്റ ചർച്ചകളെയൊക്കെ തള്ളിയെങ്കിലും ഈ അണികൾക്കിടയിൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. അത് തുടരുകയാണ്. പ്രശാന്ത് ഉണ്ട് കോട്ടയത്ത് നിന്നും. പ്രശാന്ത്, ഈ ജോസ് കെ മാണി മുന്നണി മാറ്റമില്ല എന്ന് കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാണ്. പക്ഷേ ഈ അണികൾക്കിടയിൽ ഒരു ആശങ്കയുണ്ട്. അതേസമയം തന്നെ ഒരു വിഭാഗം നേതാക്കൾ ഈ മുന്നണി മാറ്റം എന്ന ആവശ്യം ഉന്നയിക്കുന്നും കൂടിയുണ്ട്. അപ്പോൾ ഇതൊക്കെയല്ലേ ഈ യോഗത്തിൽ ഇന്ന് പ്രധാനമായും ചർച്ചയാവുക? മായ, കേരള കോൺഗ്രസ് എമ്മിന്റെ ഇന്ന് നടക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ പ്രധാന അജണ്ടയായി വെച്ചിരിക്കുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തിന്റെ ഒരു അവലോകനമാണ് വെച്ചിരിക്കുന്നത്. എന്നാൽ അധ്യക്ഷൻ അതായത് പാർട്ടി ചെയർമാൻ അനുവദിക്കുന്ന മറ്റ് വിഷയങ്ങളും ചർച്ചയ്ക്ക് വരാമെന്നുള്ളതാണ്. അതേസമയം ഏതായാലും കഴിഞ്ഞ നാളുകളിലൊക്കെ ഈ ഇടതുപക്ഷത്തിനുണ്ടായ വലിയ തിരിച്ചടി വലിയ ചർച്ചയായതാണ്. അതേസമയം കേരള കോൺഗ്രസ് എം പറഞ്ഞിരുന്നത് ഈ പാർട്ടിക്ക് വലിയൊരു തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ തവണ അതായത് 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിൽ വിജയിച്ചു വന്നതിൽ ഒന്നും വലിയ കുറവൊന്നും ഇത്തവണ വിജയിച്ചു വന്ന സീറ്റുകളിൽ ഉണ്ടായിട്ടില്ല എന്നൊരു വിലയിരുത്തലാണ് പൊതുവെ പാർട്ടിക്കുള്ളത്. ഏതായാലും ഈ ഒരു വിഷയം വലിയൊരു ചർച്ച തന്നെയായി ഈ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ നടക്കും. അതേസമയം
ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വിവാദമായി അല്ലെങ്കിൽ വലിയ ചർച്ചയായി രാഷ്ട്രീയ രംഗങ്ങളിൽ നിന്നിരുന്നത് കേരള കോൺഗ്രസ് UDF-ലേക്ക് പോകുന്നു എന്നുള്ള ഒരു ആരോപണമായിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളായിരുന്നു. ആ ഒരു വിഷയം ഏതായാലും ഇന്ന് ചർച്ചയ്ക്ക് വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗത്തിന് UDF-ലേക്ക് പോകണമെന്ന ഒരു കാഴ്ചപ്പാട് ഇപ്പോഴുമുണ്ട്. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഇന്ന് ആകെ 86 പേരാണ് പങ്കെടുക്കുന്നത്. അതിൽ ഉന്നതാധികാര സമിതി അംഗങ്ങളും ഒപ്പം ജില്ലാ പ്രസിഡന്റുമാർ, പോഷക സംഘടനാ ഭാരവാഹികൾ, അങ്ങനെ ആകെ 86 പേരാണ് ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലുള്ളത്. അപ്പോൾ ജില്ലാ പ്രസിഡന്റുമാരിൽ പോലും ചിലർക്ക് ഈ പാർട്ടി UDF-ലേക്ക് മാറണമെന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അവരേതായാലും ഈ വിഷയം ഉയർത്തുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഇടതുപക്ഷത്തിനുണ്ടായ വലിയ തിരിച്ചടി, അത് ആ ഒരു സാഹചര്യത്തിൽ ഇനിയും മുന്നണിയിൽ തുടരുന്നതോട് പാർട്ടിയിൽ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതേസമയം മന്ത്രി റോഷി അഗസ്റ്റിനും റാന്നി MLA പ്രമോദ് നാരായണനും ഒക്കെ LDF-ൽ തുടരണമെന്ന ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം പാർട്ടി ചെയർമാൻ നേരിട്ടെത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചു LDF-ൽ തന്നെ തുടരുമെന്ന തരത്തിലുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. അതേസമയം അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു വാക്കാണ്, കേരള കോൺഗ്രസ് എവിടെയുണ്ടോ അവിടെയാണ് ഭരണം എന്ന ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞു വെച്ചതിനെ ചൊല്ലി ഇപ്പോഴും വിവാദങ്ങളും ചർച്ചകളും ഇപ്പോഴും പൊതുമണ്ഡലത്തിൽ നിലനിൽക്കുകയാണ്. ഏതായാലും ഇന്ന് നടക്കുന്ന രാവിലെ 11 മണിക്ക് ആരംഭിക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഏതായാലും ഈ ഒരു ചർച്ച ഉയർന്നു വരികയും ചെയ്യും. ഏതായാലും ശരി പ്രശാന്ത്, എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള കേരള കോൺഗ്രസിന്റെ ആദ്യ നിർണായകമായുള്ള ഒരു സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ്. ഇതിൽ മുന്നണി മാറ്റ ചർച്ചകളൊക്കെ ഈ ഒരു വിലയിരുത്തലിനിടയിൽ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇതിൽ ആരൊക്കെ പങ്കെടുക്കും എന്നുള്ള കാര്യം കൂടി നിർണായകമാണ്. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം കൂടി ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. കേരളം ഉൾപ്പെടെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ യോഗം വിലയിരുത്തും. തെരഞ്ഞെടുപ്പ് സഖ്യ നീക്കങ്ങളും ചർച്ചയാകും. ടേം വ്യവസ്ഥ ഒഴിവാക്കുന്നതുൾപ്പെടെ സംസ്ഥാനം കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കും. അൺഫിലിറ്റ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അൺഫിലിറ്റ് പറയൂ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 3 ദിവസത്തെ യോഗമാണ് തിരുവനന്തപുരത്ത് ചേരുന്നത്. ഇതോടൊപ്പം തന്നെ PVയും ചേരും. അതായത് ഈ 5 സംസ്ഥാനങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ 5 സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒക്കെ തന്നെ സഖ്യ നീക്കങ്ങൾ ഉൾപ്പെടെ ചർച്ചയാകും ഈ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ. കേരളത്തിൽ വീണ്ടും പിണറായി വിജയൻ തന്നെ CPM-നെ നയിക്കണമെന്നൊരു അഭിപ്രായം സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. പക്ഷെ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി തന്നെ ഈ ഒരു അഭിപ്രായം കേന്ദ്ര കമ്മിറ്റിയെ അറിയിക്കും. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് ഇളവ് നൽകുക, അതായത് പ്രായപരിധിയിലെ ഇളവും ഒപ്പം തന്നെയും അദ്ദേഹത്തിന്റെ ടേം വ്യവസ്ഥയിലെ ഇളവ്, ഇക്കാര്യങ്ങളൊക്കെ തന്നെയും സംസ്ഥാനം കേന്ദ്ര കമ്മിറ്റിയിൽ പറയുകയും ഇക്കാര്യങ്ങൾ കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ചയാവുകയും ചെയ്യും. മറ്റൊന്ന് മുഖ്യമന്ത്രിയുടെ വിഷയം ഒരു പ്രത്യേക വിഷയമായി പരിഗണിക്കുകയും അതോടൊപ്പം തന്നെ ടേം വ്യവസ്ഥ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട സംസ്ഥാന ഘടകത്തിന്റെ നിലപാടും കേന്ദ്രത്തെ അറിയിക്കും. അതായത് മുമ്പ് 2 ടേം വ്യവസ്ഥ കർശനമാക്കിയിരുന്നു, അതിന് പിന്നാലെ 3 ടേം വ്യവസ്ഥ കർശനമാക്കി. പിന്നീട് ഈ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ 2 ടേം വ്യവസ്ഥ ഉൾപ്പെടെ കർശനമാക്കുകയാണെങ്കിൽ നിലവിലെ നിർണായകമായ രാഷ്ട്രീയ ഈ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള ആശങ്കകളൊക്കെയും ഇന്ന് ചെയ്യുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ ഞായറാഴ്ച സമാപിക്കും. ഓക്കെ, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അൺഫിലിറ്റ് ആണ് വിവരങ്ങൾ നൽകിയത്. സമാധാന നൊബേൽ ജേതാവും വെനിസ്വേല പ്രതിപക്ഷ നേതാവുമായ മരിയ കൊരീന മച്ചാഡോ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. വൈറ്റ് ഹൗസിലാണ് അനൗപചാരിക കൂടിക്കാഴ്ച നടന്നത്. 1 മണിക്കൂറിലധികം ഇരുവരും സംസാരിച്ചതായാണ് സൂചന. എന്നാൽ ചർച്ച എന്തിനെക്കുറിച്ചായിരുന്നു എന്നത് വ്യക്തമല്ല. തനിക്ക് ലഭിച്ച നൊബേൽ സമ്മാനം ട്രംപിന് സമർപ്പിച്ചതായി പിന്നീട് അവർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എന്നാൽ ട്രംപ് സമ്മാനം സ്വീകരിച്ചോ എന്നതിൽ വ്യക്തതയില്ല. തങ്ങൾ വെനിസ്വേലക്കാർക്ക് ഇത് ചരിത്ര ദിനമെന്നാണ് കൂടിക്കാഴ്ചയെ മച്ചാഡോ വിശേഷിപ്പിച്ചത്. പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ കഴിഞ്ഞ ആഴ്ചയാണ് US സൈന്യം പിടികൂടിയത്. കലയരങ്ങ് co-powered by Vismaya Amusement Park, പറശ്ശിനിക്കടവ്, കണ്ണൂർ. In association with സ്വർണമുഖി ഗോൾഡൻ ഡയമണ്ട്സ്, സൂര്യപ്രഭയുടെ സ്വർണമുഖം. കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ഫ്രീകോ പെയിൻ സ്പ്രേ, ഹെർബൽ പെയിൻ റിലീവർ, a product of വൈദ്യരത്നം. ഔഷധി, a government of Kerala undertaking. തക്കിട്ട തക്കിട്ട ജം തക്കിട്ട നം തക്കിട്ട തും തകിടതികിടിം തക്കിട്ട തക്കദിം തക്കിട്ട തത്തും.
സംസ്ഥാന സ്കൂൾ കലോത്സവം മൂന്നാം ദിനത്തിലേക്ക് കടക്കുകയാണ്. ക്ലാസിക്കൽ ഇനങ്ങളാണ് ഇന്ന് പ്രധാനമായും വേദിയിലെത്തുക. കുച്ചിപ്പുടി, ഭരതനാട്യം, നങ്ങിയാർകൂത്ത്, വൃന്ദവാദ്യം എന്നിവ ഇന്ന് അരങ്ങിലെത്തുന്നുണ്ട്. അതേസമയം പോയിന്റ് പട്ടികയിൽ കണ്ണൂരാണ് ഇപ്പോൾ ഒന്നാമത്. 487 പോയിന്റുമായി കണ്ണൂർ മുന്നേറുമ്പോൾ തൊട്ടുപിറകെ 483 പോയിന്റുമായി രണ്ടാം സ്ഥാനത്ത് കോഴിക്കോടാണുള്ളത്. 481 പോയിന്റുമായി ആതിഥേയരായ തൃശ്ശൂരും തൊട്ട് പിന്നിലുണ്ട്. എന്തായാലും അമൃത ടിവിയുടെ പവലിയനിൽ നിന്ന് ശ്രീജയും അശ്വതിയും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ശ്രീജ, അശ്വതി. എങ്ങനെ പോകുന്നു സംസ്ഥാന സ്കൂൾ കലോത്സവം? നമ്മുടെ ജെൻസി കുട്ടികൾ അവിടെ അരങ്ങ് തകർക്കുകയാണ്. ഈ സമയബന്ധിതമായിട്ടൊക്കെ ഈ മത്സരങ്ങളൊക്കെ പൂർത്തിയാക്കാൻ സാധിക്കുന്നുണ്ടോ? സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം ദിനത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. കാര്യങ്ങളൊക്കെ ഇവിടെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇന്നിപ്പോൾ ഒരുപാട് ജനപ്രിയ ഇനങ്ങൾ നമ്മൾ ആദ്യ ദിവസങ്ങളിലും രണ്ടാമത്തെ ദിവസങ്ങളിലും ഒക്കെ കണ്ടു. പക്ഷേ ഇന്നത്തെ ദിവസം ചവിട്ടുനാടകം, വൃന്ദവാദ്യം, നങ്ങ്യാർകൂത്ത് അടക്കമുള്ള ഒരുപാട് ഇനങ്ങൾ ഇന്നും എത്തുന്നുണ്ട്, അല്ലേ അശ്വതി? അതാണ് ഇത്രയും നമ്മൾ 2 ദിവസമായി കണ്ടത് പൂരമെങ്കിൽ ഇനി കാണാനുള്ളത് പൊടിപൂരം എന്ന് പറയാം, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഇന്നലെ എങ്ങനെയുണ്ടായിരുന്നു, ഇന്ന് എങ്ങനെയായിരുന്നു കാര്യങ്ങൾ, എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് കൃത്യസമയത്തൊക്കെ നടക്കുമോ, കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് നമ്മോടൊപ്പം 2 പേർ ചേരുന്നുണ്ട്. അതെ, ആരൊക്കെയാണ്? ഹരീഷും ആതിരയും ചേരുന്നുണ്ട്. പ്രധാന വേദിയിൽ നിന്നാണ് 2 പേരും ചേരുന്നത്. ഹരീഷ്, ആതിര, എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ? ഇന്നും പ്രധാന വേദിയിൽ ജനക്കൂട്ടം എങ്ങനെയാണ്? എപ്പോഴാണ് മത്സരങ്ങളൊക്കെ തുടങ്ങുക? ശ്രീജ, അശ്വതി, ഗുഡ് മോർണിംഗ്. ഞങ്ങളിപ്പോൾ പ്രധാന വേദിയിലാണ്. ഇപ്പോൾ തന്നെ ഇവിടേക്ക് ആളുകൾ എത്തി തുടങ്ങി എന്നുള്ളതാണ്. ഒരുപാട് പ്രഭാത സഞ്ചാരികൾ, അതായത് പ്രഭാത നടത്തത്തിന് വരുന്ന ആളുകൾ, സൈക്കിളുമായി വരുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ തന്നെ ഈ ഒരു വേദിയുടെ അരികിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. വലിയ ഒരു ഓളം, ഒരു വലിയ വൈബ് ഇപ്പോഴും ഈ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പ്രധാന വേദിക്ക് അരികിൽ ഈ ഒരു പുലർച്ചെ മുതൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു വൈബ് അല്ലെങ്കിൽ ഈ ഒരു തിരക്കൊക്കെ ഇനി വരുന്ന മണിക്കൂറുകളിലേക്ക്, അതായത് ഈ ഒരു മത്സരങ്ങളൊക്കെ തുടങ്ങുന്ന ആ ഒരു സമയത്തേക്ക് ഈ ഒരു തിരക്ക് എന്തായാലും ഉണ്ടാവും എന്നുള്ളതാണ്. മൂന്നാമത്തെ ദിവസമായപ്പോൾ ഏറ്റവും കൂടുതൽ ആ ഒരു തിരക്കിന്റെയൊക്കെ ആ ഒരു ബഹളത്തിന്റെയും തിരക്കിന്റെയും ആ ഒരു വൈബിന്റെയൊക്കെ പാരമ്പര്യത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുക. കഴിഞ്ഞ തുടക്കത്തിൽ വലിയ തിരക്കുണ്ടായിരുന്നില്ലെങ്കിൽ പോലും രണ്ടാം ദിനമായപ്പോൾ വലിയ തിരക്കുണ്ടായിരുന്നു. ഇന്ന് അതിലും വലിയൊരു തിരക്കിലേക്ക് എത്തും എന്നുള്ളതാണ്. ഇന്ന് പ്രധാനപ്പെട്ട ഒരുപാട് മത്സരങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ആതിര പറയുക, എന്തൊക്കെയാണ് മത്സരങ്ങൾ എന്നുള്ളത്? ഇന്ന് പ്രധാനമായിട്ടും കുറച്ച് ക്ലാസിക് ഇനങ്ങളാണ് നിലവിൽ ഏതായാലും ഇന്നത്തേക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒപ്പന ഉൾപ്പെടെയുള്ള മത്സരങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്. വൈകുന്നേരത്തോടു കൂടി നങ്ങ്യാർകൂത്ത്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് നാടക മത്സരങ്ങൾ ഉൾപ്പെടെയാണ് ഇന്ന് ഏതായാലും ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള മത്സരങ്ങളൊക്കെ തന്നെ ഇന്നുണ്ട്. ഇന്നലെ കുറച്ച് മത്സരങ്ങൾ പൂർത്തിയായിരുന്നു. അതിന്റെ ബാക്കിയുള്ള മത്സരങ്ങൾ ഇന്നും കൂടിയായിരിക്കും. ഈ മെയിൻ സ്റ്റേജിൽ തന്നെ ആയിരിക്കും ആ മത്സരങ്ങളൊക്കെ തന്നെ നടക്കുക. ഏതായാലും വലിയ രീതിയിലുള്ളൊരു കാണികളുടെ ഒരു കൂട്ടം ഈ കലോത്സവ വേദിയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എന്നെ ശരിക്കും ഹരീഷ് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു. കാരണം അത്രത്തോളം ഒരു ആളുകൾ മറ്റ് ജില്ലകളിൽ നിന്ന് ഉൾപ്പെടെ വന്ന് കാണാൻ എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ സാംസ്കാരിക നഗരി എന്ന് പറയുമ്പോൾ തീർച്ചയായും കലയെ അവർ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? അതിലെ ഈ തൃശ്ശൂരിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ആഘോഷമാക്കി മാറ്റുന്ന ആളുകളാണ്. അത് അവർക്ക് പൂരമായാലും പള്ളിപ്പെരുന്നാളായാലും പുലികളി ആയാലും എന്തായാലും ചെറിയ ആഘോഷമാണെങ്കിലും അത് വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ആളുകളുള്ള സ്ഥലമാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ കലകളുടെ ഉത്സവം, അത് അങ്ങനെയാണല്ലോ പറയുന്നത്, കലകളുടെ ഉത്സവം അതൊരു ഉത്സവമായി തന്നെ ആഘോഷിക്കാൻ തൃശ്ശൂർക്കാർക്ക് സാധിക്കും. അല്ലെങ്കിൽ അത്തരത്തിൽ അത് വരവേൽക്കാനായിട്ട് അല്ലെങ്കിൽ ഇരുകൈ നീട്ടി സ്വീകരിക്കാൻ തൃശ്ശൂർക്കാർക്ക് കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ഈ തൃശ്ശൂർക്കാരുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു വൈബ് അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു തിരക്കും ഒരു പൂരത്തിന്റെ ഒക്കെ പ്രതീതി നമുക്ക് തുടക്കം മുതൽ തന്നെ ഫീൽ ചെയ്യുന്നത്. അതിന്റെ ഫസ്റ്റ് തുടക്കം കണ്ടിരുന്നു. അതായത് കുട്ടികളെ വരവേറ്റ് തന്നെ ഒരു മേളത്തിന്റെ അകമ്പടിയോടുകൂടി പുലികളിയും കൊടമാറ്റവും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ അത് തൃശ്ശൂർ പൂരം എന്നും തൃശ്ശൂരിലുണ്ട്. അല്ലെങ്കിൽ തൃശ്ശൂരിൽ എന്ത് ആഘോഷമുണ്ടെങ്കിൽ അതിൽ പൂരത്തിന്റെ ഒരു സിഗ്നേച്ചർ ഉണ്ട് എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനമായി കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ അതിൽ കഴിഞ്ഞ കലോത്സവങ്ങളൊക്കെ വെച്ചിട്ട് തൃശ്ശൂരിലേക്ക് വന്നപ്പോൾ അതിന്റെ ഒരു മാറ്റം ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിരുന്നു, ഒരു ചേഞ്ച്? തീർച്ചയായിട്ടും. കാരണം തൃശ്ശൂരിലേക്ക് വന്നപ്പോൾ തന്നെ തൃശ്ശൂരുകാരുടെ എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ ആ ഒരു പരിപാടിയിൽ കാണുമെന്നുള്ളതാണ്. അതുതന്നെയാണ് ഈ തൃശ്ശൂരിൽ വന്ന് ഈ കലോത്സവത്തിലൊക്കെ നമ്മൾ പങ്കെടുത്ത സമയത്തും ഉണ്ടായിരുന്നത്. പലരും നമ്മളോട് ഇങ്ങോട്ട് വന്ന് ഒരു പാട്ട് പാടിക്കോട്ടെ എന്ന്
ചോദിക്കുന്നൊരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. കാരണം അത്രത്തോളം അവർ കലയെ സ്നേഹിക്കുന്നു, കലയെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ്. അതുകൂടാതെ തന്നെ ഇവിടെ പലയിടത്തും കുടിവെള്ളം ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ പല സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തുന്നവരാരും ദാഹിച്ച് അങ്ങനെ വലഞ്ഞു പോവരുത് എന്നുള്ളൊരു ആഗ്രഹം കൂടെ അവർക്കുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തൃശ്ശൂരിലേക്ക് ഈ കലോത്സവം എത്തുന്ന സമയത്ത് തൃശ്ശൂരുകാരുടെ ഒരു സിഗ്നേച്ചർ എല്ലാത്തിലും ഉള്ളതുപോലെ ഈ കലോത്സവത്തിലും ഉണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ നേരിട്ടൊക്കെ കാണുന്നതാണ്. ഇനിയുള്ള ദിവസങ്ങളിലും അതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളത് കൂടിയാണ്. ഇന്ന് ഏതായാലും എനിക്ക് തോന്നുന്നു 9 മണിക്ക് ശേഷമായിരിക്കും ഈ മത്സരങ്ങളൊക്കെ തന്നെ ആരംഭിക്കുക. ഇന്നലെ ചെറിയ രീതിയിലുള്ള ഒരു വൈകലുകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് വളരെ ചെറിയ രീതിയിലുള്ളതായിരുന്നു. കാരണം നമുക്ക് സ്വാഭാവികമായിട്ടും ഇത്രയും വലിയൊരു കലോത്സവമാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചില ഹരീഷ് മാതിരിയും വാചാലരാവുകയാണ്, പ്രത്യേകിച്ച് ഹരീഷ്. കാരണം തൃശ്ശൂർകാരനാണ്. തൃശ്ശൂർകാർക്ക് കലോത്സവം ഒരു വൈബാണ്, സാംസ്കാരിക നഗരമാണ്. നമ്മളത് പറഞ്ഞു തുടക്കം തൊട്ടേ പറയുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനൊന്ന് പോയപ്പോൾ പ്രധാന വേദിയിലും അല്ലാതെയൊക്കെ ഒന്ന് പോയി ജസ്റ്റ് ഒന്ന് നോക്കി. എത്ര തിരക്കാണ് ഒപ്പന വേദിയൊക്കെ എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ചും ശ്രീജ പോയത് തന്നെ ഒപ്പനയ്ക്കാണ്. ഒപ്പനയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഒപ്പന കാണാനായി തന്നെ നേരത്തെ മുതൽ ആളുകൾ വന്ന് കാത്തിരിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഒപ്പന തുടങ്ങുന്നതിന് മുൻപ് കുറച്ച് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം ഗ്രീൻ റൂം പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞത്. പക്ഷേ മറ്റാർക്കും അങ്ങനെ ഒരു പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് വേദി നിറഞ്ഞു കവിഞ്ഞിരിക്കുകയായിരുന്നു അല്ലേ. ഇരിക്കാൻ സീറ്റില്ലാതെ ആളുകളൊക്കെ സൈഡിൽ വശങ്ങളിൽ നിന്ന് കാണുന്ന കാഴ്ചയായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു തിരുവാതിര കളി, എല്ലാം മംഗല നൃത്തവും ഒക്കെ എല്ലാത്തിലും നിറഞ്ഞ സദസ്സിൽ. ഉച്ചയ്ക്ക് ശേഷം എനിക്ക് തോന്നുന്നു രാവിലെ തിരക്കൊക്കെ കഴിഞ്ഞ ആളുകൾ. പക്ഷേ വേദികളിൽ മാത്രമല്ല, നമ്മുടെ പവലിയന് മുന്നിൽ പോലുമുള്ള തിരക്ക് പറഞ്ഞറിയിക്കമേ. കാരണം ഇന്നലെ നമ്മൾ പ്രേക്ഷകർക്ക് നമുക്ക് വേണ്ടി ഒരു സർപ്രൈസ് വന്നിരുന്നു, ജയൻ വന്നിരുന്നു അല്ലേ. എന്തായാലും നമുക്കേ ഒരുപാട് റിപ്പോർട്ടുകൾ നമുക്കുണ്ട്. അപ്പൊ നമ്മള് കഥാപ്രസംഗ വേദിയിൽ ഇന്നലെ പോയത് നമ്മുടെ ശ്രുതിയാണ്. ശ്രുതി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി. പല പല കഥകൾ ഇങ്ങനെ വരികയാണ്. അതിൽ പ്രധാനമായിട്ട് വന്നത് ഈ വയനാട് ദുരന്തത്തിന്റെ കഥയാണ്. അതൊരു സ്റ്റോറിയായി നമ്മൾ എപ്പോഴും അത് മനസ്സിലൊരു വേദനയായി ഇപ്പോഴും നിൽക്കുന്ന ഒരു കാര്യമാണ്. അത് കഥയായി കുട്ടികൾ വേദിയിൽ അവതരിപ്പിച്ചപ്പോൾ അത് ഒരു പുതിയ അനുഭവം, അല്ലെങ്കിൽ അത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങുകയായിരുന്നു പ്രേക്ഷകർ അല്ലേ. തീർച്ചയായിട്ടും ആ റിപ്പോർട്ട് നമുക്കൊന്ന് കണ്ടുവരാം. വേദി 10 ചെമ്പരത്തി, കണ്ണു ചിമ്മാതെ കാതോർത്തിരിക്കുന്ന കാണികൾ. സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ വേദന വാക്കുകളായി നിറഞ്ഞു. വയനാട് ജില്ലയുടെ മലയോര മേഖലയിലുണ്ടായ കനത്ത മഴയും മണ്ണിടിച്ചിലുമാണ് കഥാപ്രസംഗത്തിന്റെ വിഷയം. ഒരു രാത്രിയിൽ വയനാട്ടിലെ പല പ്രദേശങ്ങളിലും തുടർച്ചയായി മഴ പെയ്തു. അവിടേക്ക് എത്തിയത് രാത്രി മഴയുടെ സംഗീതമല്ല, മരണത്തിന്റെ മുഴക്കമായിരുന്നു. തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ ഒലിച്ചുപോയത് ജീവനുകളും ജീവിത സ്വപ്നങ്ങളുമാണ്. അനാഥരായത് നിരവധി കുരുന്നുകൾ. കുളിർമഞ്ഞിൻ പുതപ്പണിഞ്ഞ് തലയുയർത്തി നിൽക്കുന്ന മലനിരകൾ, വൻമരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മലങ്കാടുകൾ, മാനും മയിലും പുലിയും കുയിലും നിറഞ്ഞു നിൽക്കുന്ന വനപ്രദേശങ്ങൾ, തെളിനീർ അരുവികൾ, കുന്നിൻ ചെരുവുകളിൽ തീർത്ത തട്ടുകളിൽ വരിവരിയായി നിൽക്കുന്ന തേയിലച്ചെടികൾ, ആഹ്ലാദാരവത്തോടെ പാട്ട് പാടിക്കൊണ്ട് തേയിലുന്നുള്ളുന്ന ആദിവാസി പെണ്ണുങ്ങൾ. അവർ പാടുകയാണ്, തെയ്യാദിനന്ദോം 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 തേദിനന്ദോം. പാട്ടൊന്നു പാടി തേയിലമുള്ളടി കൂട നിറക്കടി പെണ്ണാളെ. കഥാപ്രസംഗം വെറും ദുരന്ത വിവരണത്തിൽ ഒതുങ്ങിയില്ല. പ്രകൃതിയോടുള്ള മനുഷ്യന്റെ ഉത്തരവാദിത്വവും മുന്നറിയിപ്പുകളുടെ പ്രാധാന്യവും വ്യക്തമായി ചൂണ്ടിക്കാട്ടി. അതാ ഭയങ്കരമായ ശബ്ദത്തോടുകൂടി ഒരു വൻമല ഇടിഞ്ഞു വീഴുന്നു. വെള്ളത്തിന്റെ കുത്തൊഴുക്കുകളിൽ കല്ലും മണ്ണും മരങ്ങളും ഇടിഞ്ഞു വീഴുന്നു. ആ പ്രദേശത്തുണ്ടായിരുന്ന വീടുകൾ ഉൾപ്പെടെ എല്ലാം തകർന്നുകൊണ്ട് ഭയങ്കരമായി ഉയരപ്പെട്ടിട്ടുണ്ടാകുന്നു. പലരുടെയും മൃതദേഹങ്ങൾ ഒഴുകി വരുന്നു. പലരുടെയും മൃതദേഹങ്ങൾ മണ്ണിനടിയിലായി. ജീവനുള്ളവരും ജീവൻ ബാക്കിയുള്ളവരും. പിറ്റേന്ന് പുലർന്നപ്പോൾ പ്രകൃതിയുടെ സംഹാര താണ്ഡവത്തിൽ ആ പ്രദേശമൊട്ടാകെ തകർന്നിരുന്നു. ഉറ്റവരെ നഷ്ടപ്പെട്ടവരുടെ വിലാപമുയർന്നു. അധ്യാപകന്റെ മനസ്സിൽ വിടർന്ന ആശയത്തെ അവതരണത്തിലൂടെ കുട്ടികളിലൂടെ പൂർണ്ണമായി. പ്രകൃതിയോട് മനുഷ്യൻ കാണിക്കുന്ന ക്രൂരത കൊണ്ട് പ്രകൃതി തിരിച്ചടിക്കുന്നതാണ്. അപ്പോൾ അതൊരു കഥാപ്രസംഗം ആക്കി ജനങ്ങളിൽ എത്തിക്കുക. പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഒരു ചുമതല ജനങ്ങൾക്കുണ്ടാവണം. ആ ഉത്തരവാദിത്തം വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. വാക്കുകളുടെ ശക്തിയിലൂടെ വയനാട് ദുരന്തത്തിന്റെ വേദന പ്രേക്ഷകരിലേക്ക് പൂർണ്ണമായി എത്തി. വേദിയാകെ നിശബ്ദമാക്കി. ജഡ്ജിമാരുടെയും പ്രേക്ഷകരുടെയും കയ്യടി. കലോത്സവ വേദികളിൽ വാക്കുകളുടെ ശക്തി വെളിപ്പെടുത്താനുള്ള കഴിവ് കഥാപ്രസംഗത്തിനുണ്ട്. പാട്ടിനും അഭിനയത്തിനും പ്രസംഗത്തിനും ഒരുപോലെ പ്രാധാന്യമുള്ള ഒന്ന്. സമകാലിക വിഷയങ്ങളെ അവതരിപ്പിച്ച് പ്രേക്ഷകരുടെ ശ്രദ്ധ നേടാനും കഥാപ്രസംഗത്തിന് കഴിവുണ്ട്. ക്യാമറമാൻ ബൈജു CS-നൊപ്പം ശ്രുതി ശ്രുതിവ്യ, അമൃത ന്യൂസ്, തൃശൂർ.
അപ്പോൾ കഥാപ്രസംഗത്തിൽ നമ്മുടെ വയനാട് ദുരന്തമാണ് പ്രമേയമായതെങ്കിൽ മിമിക്രി മത്സരത്തിൽ പ്രമേയമായിരിക്കുന്നത് 2018 പ്രളയമാണ് അല്ലേ? അതെ. അപ്പോൾ ആ റിപ്പോർട്ട് നമുക്കൊന്ന് കണ്ടുവരാം. ഈ മിമിക്രി വേദികളിലൂടെ ഞാനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു, എന്തെങ്കിലും വെറൈറ്റി കണ്ണിൽപ്പെടുമോ എന്നറിയാൻ വേണ്ടി. അപ്പോഴാണ് ഒരു സിംഹത്തിൻ്റെ മടയിൽ ചെന്ന് വീഴുന്നത്. വേറെ ആരുമല്ല, നമ്മൾ കഴിഞ്ഞ വർഷം ഉൾപ്പെടെ കുട്ടിയുടെ സ്റ്റോറിയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. തേജാലക്ഷ്മിയാണ്. തേജ, എങ്ങനെയുണ്ട്? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം, സുഖമാണ്. ഇന്നലെ വരെ എനിക്ക് നല്ല പനിയായിരുന്നു. ഇന്ന് ഞാൻ കയറാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ഇന്ന് കയറുമ്പോൾ സ്റ്റേജിലെത്തിയപ്പോൾ ജലദോഷമൊന്നുമില്ല, നല്ല ജലദോഷമൊക്കെ ആയിരുന്നു. നല്ല കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റി. ഇറങ്ങിയപ്പോഴാണ് ഓരോരോ വരുന്നത്. ഈ 2018 പ്രളയം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും മറക്കില്ല. ആ പ്രളയം എന്ന് പറയുന്നത് അത്രത്തോളം ആ സമയത്ത് ഉണ്ടായിരുന്ന ആ വികാരങ്ങളൊക്കെ തന്നെ ഇന്ന് തേജയ്ക്ക് ഈ സ്റ്റേജിൽ എത്തിക്കാൻ പറ്റി. ആളുകളൊക്കെ അത് അത്രയും ഒരു ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയായിരുന്നു. അവർക്കൊക്കെ ഭയങ്കര ഫീലായി എന്ന് നമുക്ക് പറയാൻ പറ്റും. അത്രത്തോളം ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു തേജയുടെ ആ ഒരു പെർഫോമൻസ്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു വിഷയം സെലക്ട് ചെയ്യാൻ കാരണം? പ്രളയം സെലക്ട് ചെയ്യാൻ കാരണം പ്രളയം ചില ചേച്ചി പറഞ്ഞ പോലെ തന്നെ ആർക്കും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അങ്ങനെ അത്രയും ജനങ്ങളെ എന്താ പറയുക കൊള്ളിക്കുന്നൊരു തീമാണത്. പിന്നെ മറ്റേ ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ, എൻ്റെ ഒരു ഏട്ടൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക്. ഏട്ടൻ എന്താ പറയുക, ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ സ്കൂളിൽ മത്സരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞ് ഞാൻ വരും, ഇനി സ്റ്റേറ്റ് വരെ എത്തും, ഇനി പോകുമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസമാണ് ഏട്ടൻ പോകുന്നത്. എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇന്നും ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ പറയാം എൻ്റെ ഏട്ടൻ കൂടെയുണ്ട്. ഞാൻ ഏട്ടൻ പോകുന്നു ഞാൻ തീരെ പ്രതീക്ഷയില്ലായിരുന്നു. ഇപ്പോഴും എൻ്റെ ഏട്ടൻ എൻ്റെ കൂടെ തന്നെയുണ്ട്. എൻ്റെ മനസ്സ് തട്ടി ചെയ്യുന്ന ഞാൻ ഈ ഐറ്റം ഞാൻ ഒരിക്കലും മറക്കില്ല. ചൂരൽമല എൻ്റെ ഏട്ടൻ്റെ മോണാക്ട് മിമിക്രി ഞാൻ അങ്ങനെയാണ് പറയുക. ഒത്തിരി പേർക്ക് ഇതുപോലെ ഓരോ അനുഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇത് എത്രാമത്തെ വർഷമാണ് തേജ വരുന്നത്? ചില്ലറ പുള്ളിയൊന്നും അല്ല, അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ കുറേ വർഷങ്ങളായെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എത്രാമത്തെ വർഷമാണ്? 4ാമത്തെ വർഷമാണ് ഇപ്പം പങ്കെടുക്കുന്നത്. 3 വർഷം എ ഗ്രേഡ് ഉണ്ടായിരുന്നു മിമിക്രിക്ക്. മറ്റേതൊക്കെ ഇനങ്ങളിലാണ് ഇനി മത്സരിക്കാൻ പോകുന്നത്? മോണാക്ട് മറ്റന്നാൾ. കഴിഞ്ഞ വർഷം എ ഗ്രേഡ് ആയിരുന്നു എല്ലാത്തിനും അല്ലേ? എ ഗ്രേഡ് ഉണ്ടായിരുന്നു എല്ലാത്തിനും. അച്ഛനൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്. അപ്പോൾ അച്ഛൻ ഇന്ന് ഇല്ല, എല്ലാ വർഷവും കൂടെ ഉണ്ടാവും. അപ്പോൾ അച്ഛനെ ആ മിസ്സിങ് ഉണ്ടോ? നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ സ്റ്റേറ്റിൽ വരുമ്പം എപ്പോഴും അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടാവും. മണിമോളെ ഓൾ ദ ബെസ്റ്റ്, കയറി മാക്സിമം പെർഫോം ചെയ്തോ, ഫസ്റ്റ് സെക്കൻഡ് ഒന്നും വേണ്ട, നീ ചെയ്തോ ഇങ്ങനെ പറയുന്ന അച്ഛൻ ഈ പ്രാവശ്യം ഇല്ല ഒന്നും കേൾക്കാൻ നല്ല സങ്കടം. അപ്പം അമ്മ അങ്ങനെ വിട്ടുകളയൊന്നുമില്ല. അമ്മ ഇങ്ങോട്ട് വരണം. കാരണം കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ റിസൾട്ട് വരുന്ന സമയത്ത് ഭയങ്കര മോളെക്കാളും ടെൻഷനായിരുന്നു അമ്മയ്ക്ക്. ഇത്തവണ എങ്ങനെയുണ്ട്? ആ ടെൻഷനുണ്ടോ? ടെൻഷനുണ്ട്. അവിടെ അച്ഛൻ കൂടെ ഇല്ലാത്തൊരു ടെൻഷനുണ്ട്. പിന്നെ ചെയ്തു. ഇന്നലെ ഹോസ്പിറ്റലായിരുന്നു, സുഖമില്ലായിരുന്നു, പനിയൊക്കെ ആയിരുന്നു. അതിൻ്റെ ഒരു ടെൻഷൻ, സൗണ്ട് അടയോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇല്ല, ചെയ്തപ്പോൾ സമാധാനമായി. മോളുടെ ഈ പെർഫോമൻസ് കണ്ടപ്പോൾ എന്ത് തോന്നി? കാരണം ആളുകളൊക്കെ വലിയ രീതിയിൽ അങ്ങനെ അത്രത്തോളം ഇമോഷണൽ ആയിട്ട് ഇരിക്കുമായിരുന്നു. അതെ, സങ്കടം വന്നു. കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഭയങ്കര കരച്ചിലായിരുന്നു. അമ്മയത് എനിക്ക് ചെയ്യാൻ പറ്റൂലേ, കാരണം ഇപ്പം 4ാമത്തെ വർഷമാണല്ലോ മിമിക്രിക്ക് ഇടുന്നത്. അപ്പോൾ അത് ചെയ്യാൻ പറ്റുമോ അമ്മ? എനിക്ക് ജലദോഷം വെച്ചാൽ അന്ന് അടഞ്ഞിടക്കുകയായിരുന്നു മൊത്തം. പക്ഷെ എന്തോ ദൈവത്തിൻ്റെ കാരണം കൊണ്ടാണ് അറിയില്ല, ഒരു കുഴപ്പമില്ലാണ്ട് അവൾ ചെയ്ത്. അത് കണ്ടപ്പോൾ സങ്കടം തോന്നി. തീർച്ചയായിട്ടും. അപ്പോൾ തേജയുടെ പെർഫോമൻസ് അത്രത്തോളം നന്നായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആളുകളൊക്കെ ആ രീതിയിൽ ആ പെർഫോമൻസ് ഏറ്റെടുക്കുകയും ചെയ്തു. മൊത്തത്തിൽ ആ മിമിക്രി വേദിയെ പ്രകമ്പനം കൊള്ളിച്ചു എന്ന് തന്നെ പറയാം. ക്യാമറാമാൻ ബിജു മുരളീധരനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തൃശ്ശൂർ. കലോത്സവത്തിൽ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന താരങ്ങളെ മാത്രമാണ് നമ്മൾ പലപ്പോഴും കാണാറ്. പക്ഷേ ഒരു കാലത്ത് കിടിലങ്ങളായ, അതായത് കുറേ നാൾ മുൻപ് താരങ്ങളായ കലോത്സവ വേദികളിൽ നിറഞ്ഞാടിയ ഒരുപാട് ആളുകൾ ഇപ്പോഴും കലോത്സവത്തിൽ എത്താറുണ്ട്. അതെ, അവർ ആ സ്റ്റേജിന് പുറകിൽ ഇപ്പോഴത്തെ താരങ്ങൾക്ക് വലിയ പിന്തുണയുമായി ഒപ്പം നിൽക്കുന്നുമുണ്ടല്ലേ? അതെ, ഒരുപക്ഷെ അവർ അച്ഛനാകാം, അമ്മയാകാം, അല്ലെങ്കിൽ ഗുരുവാകാം, എല്ലാ റോളിലും എത്തുന്നു. ഇവർക്ക് വലിയ പിന്തുണയും കൊടുക്കുന്നുണ്ട്. എന്തായാലും വേദിക്ക് പുറകിലിരിക്കുന്ന കാണികൾ അത്ര ചില്ലറക്കാരല്ല. പണ്ട് ഈ വേദിയിൽ ആറാടിയ പ്രതിഭകളാണ് ഇവരിൽ പലരും. തങ്ങളുടെ മക്കൾക്ക് ഇന്ന് വേദികളിൽ കയ്യടി കിട്ടുന്നത് കണ്ടും കൗമാരങ്ങളെ ചേർത്ത് പിടിച്ചും അവർ ഒപ്പം തന്നെയുണ്ട്. റിപ്പോർട്ട് കാണാം. കാണാമെന്നായിരിക്കും. ഞാനിത് കാണാൻ വേണ്ടി വന്നതാ. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ,
എന്ത് രസമായിട്ടാണല്ലേ ഇവിടെ ഓരോ കുട്ടികളും പെർഫോം ചെയ്യുന്നത്. എനിക്കും കലോത്സവത്തിലൊക്കെ ഇങ്ങനെ പങ്കെടുക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ സ്കൂളിൽ മാത്രമേ ഞാൻ പങ്കെടുത്തുള്ളൂ. അതിനുശേഷം സ്റ്റേറ്റിലൊന്നും വന്നിട്ടില്ല. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നിപ്പോകും. അത്ര കഴിവുള്ള കുട്ടികളാണല്ലേ. ചേച്ചിക്ക് കലോത്സവത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഓർമ്മ? സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് യൂത്ത് ഫെസ്റ്റിവൽ വേദികളിൽ കയറി ഇറങ്ങിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അധികവും ഗ്രൂപ്പ് ഇനങ്ങളാണ് ചെയ്യാറ്. നമ്മളുടെ ആ കാലത്ത് കുറച്ചുകൂടെ മത്സരമായിരുന്നു. ഇപ്പോൾ എ ഗ്രേഡ് മതിയല്ലോ സ്റ്റേറ്റിൽ. പക്ഷെ അന്ന് ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ ഉണ്ട്. യുദ്ധം പോലെയായിരുന്നു സത്യം പറഞ്ഞ സംസ്ഥാന തലത്തിലുള്ള മത്സരങ്ങളെല്ലാം. എൻ്റെ മകനാണ് ഇവിടെ ചാക്യാർകൂത്ത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മത്സരിക്കുന്നത്. അവൻ്റെ ഇപ്പോൾ 4ാമത്തെ വർഷമാണ്. 3 കൊല്ലം ഹൈസ്കൂളിൽ സ്റ്റേറ്റ് എ ഗ്രേഡ് ആയിരുന്നു. ഇതിപ്പോൾ 4ാം വർഷം ഹയർ സെക്കൻഡറി ആദ്യത്തെ വർഷം. അവന് പൊതുവേ ഒരു കലാവാസനയുള്ള കൂട്ടത്തിലാണ്. സ്റ്റേറ്റ് കലോത്സവത്തിൽ എൻ്റെ 4ാമത്തെ വർഷമാണ്. അമ്മ 10-30 വർഷമായിട്ട് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചു വരുന്ന, ഇപ്പോൾ പഠിപ്പിക്കുന്ന ഒരു ആളാണ് അമ്മ. പണ്ട് കലോത്സവ വേദികളെ പ്രകമ്പനം കൊള്ളിച്ച ആ വേദികൾ കൈയടക്കിയ കലാകാരന്മാർ വേറെങ്ങും പോയിട്ടില്ല. തങ്ങളുടെ മക്കളുടെ പ്രകടനങ്ങൾ ആസ്വദിച്ചും വരുന്ന യുവതലമുറയെ പ്രചോദിപ്പിച്ചും ഈ വേദികളിലൊക്കെ അവരുണ്ട്. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തൃശ്ശൂർ. പല പല കഥകൾ അല്ലെങ്കിൽ പല പല ആളുകളെക്കുറിച്ച്, അത് ഇപ്പോൾ ഡാൻസിലൂടെയാണെങ്കിലും കഥാപ്രസംഗത്തിലൂടെയാണെങ്കിലും നൃത്തത്തിലൂടെയാണെങ്കിലും ഒക്കെ നമ്മൾ ഈ കാണുന്നത് അത് തന്നെയല്ലേ കലോത്സവത്തിൽ? അതെ, തീർച്ചയായും. നമ്മൾ അറിഞ്ഞും അറിയാതെയും പോകുന്ന ഒരുപാട് കഥകളുണ്ട്, ആളുകളുണ്ട്. അവരെയൊക്കെ തേടി പിടിച്ച് കണ്ടുപിടിച്ച് നമ്മുടെ കുട്ടികൾ വേദിയിലെത്തിക്കുന്നു. അത് നൃത്തരൂപത്തിലാകാം, കഥകളിലൂടെ ആകാം, അല്ലേ? ഓരോരോ കഥാരൂപങ്ങളിലൂടെ, കലകളിലൂടെ അവർ നമുക്ക് മുന്നിൽ എത്തിക്കുകയാണ്. അത്തരത്തിൽ വാഴ്ത്തപ്പെടാതെ പോയ ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികളുണ്ട്. നമുക്ക് പുസ്തകങ്ങളിൽ ഇടം നേടിയില്ല എന്ന് കരുതി അവർ ആരും സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഭാഗമല്ലാതാകുന്നില്ല. അത്തരത്തിലൊരാളുടെ കഥയാണല്ലേ നമ്മുടെ അത് അവതരിപ്പിച്ച അനന്യയാണ് ഒരു മോളാണ്. അതെ, ആരുടെ കഥയാണത്? അത് കുയിലിയുടെ കഥയാണ്. ധീരവനിതയായ കുയിലിയുടെ കഥ കാണാം. ശ്രീജ, സ്വാതന്ത്ര്യ സമരത്തിലെ ധീരവനിതയായ കുയിലിയെ വേദിയിലെത്തിച്ചത് കോട്ടയത്ത് നിന്ന് വന്ന അനന്യയാണ്. നാടോടി നൃത്തത്തിൽ. അതെ അതെ, ആ റിപ്പോർട്ട് കാണാം. ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യ ചാവേർ പോരാളിയാണ് കുയിലി. സ്വന്തം ജീവൻ നൽകി നാടിനെ രക്ഷിച്ച ധീരവനിത. എന്നാൽ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കുയിലിയില്ല. ഝാൻസി റാണിയുടെ ധീരതയെക്കുറിച്ച് പറഞ്ഞവരാരും കുയിലിയെക്കുറിച്ച് അറിഞ്ഞില്ല. കുയിലിയെല്ലാം വളരെ താഴെ തട്ടിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവർ വാഴ്ത്തപ്പെടാതെ പോയത്. അപ്പോൾ അവരുടെ ഒരു കഥ ലോകത്തെ അറിയിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. പക്ഷേ കുയിലി ഇപ്പോൾ അടുത്ത കാലത്ത് കുയിലി നമ്മൾ വാഴ്ത്തപ്പെടാത്ത കുറേ, കുയിലി അടക്കമുള്ള കുറേ ആൾക്കാരെ പുതിയ ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ലിസ്റ്റിലേക്ക് ഇപ്പം പുതിയൊരു ലിസ്റ്റിൽ വന്നിട്ടുണ്ട് കുയിലിയെല്ലാം. 1780 സംഭവം. തമിഴ്നാട് ശിവഗംഗയിലെ രാജ്ഞിയായിരുന്ന വേലുനാച്ചിയാരുടെ വനിതാ സൈന്യത്തിന്റെ സൈന്യാധിപയായിരുന്നു കുയിലി. ധീര, ബുദ്ധിമതി, അതീവ സുന്ദരി. നഷ്ടപ്പെട്ടുപോയ ശിവഗംഗ തിരിച്ചുപിടിക്കാൻ വേലുനാച്ചി ഹൈദരാലിയുടെ സഹായത്തോടെ ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ആരംഭിച്ചു. പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രത്തിലാണ് അതീവ രഹസ്യമായി ബ്രിട്ടീഷുകാർ ആയുധം സൂക്ഷിച്ചിരുന്നത്. വിജയദശമി നാളിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാവുന്ന ക്ഷേത്രത്തിൽ കുയിലി പ്രവേശിച്ചു. നെയ്വിളക്കുകളിലെ എണ്ണ മുഴുവൻ സ്വന്തം ശരീരത്തിലൊഴിച്ച് ആയുധപ്പുരയിൽ കടന്ന് സ്വയം തീ കൊളുത്തി ആയുധപ്പുര പൂർണ്ണമായി ചാമ്പലാക്കി. ബ്രിട്ടീഷുകാരെ നിരായുധരാക്കി ശിവഗംഗയെ മോചിപ്പിച്ചു. എന്നും എപ്പോഴും വാഴ്ത്തപ്പെടേണ്ട വനിതയാണ് കുയിലി. ആത്മത്യാഗത്തിന്റെയും ധീരതയുടെയും പ്രതീകം.
കലോത്സവ വേദിയിൽ നിന്നും ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്. അപ്പോൾ ശ്രീജ, നമുക്കറിയാമല്ലോ തൃശ്ശൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചെണ്ടമേളങ്ങളുടെ നാടാണ്. അപ്പോൾ ചെണ്ടമേളത്തിന്റെ ഒരു പ്രത്യേക ആരാധകർ തന്നെയാണ് ഇവിടെയുള്ളത്. പക്ഷേ വയനാട്ടിൽ നിന്ന് വന്ന ചെണ്ടമേളം കൊണ്ട് തൃശ്ശൂരുകാരത്തിന് ഞെട്ടിച്ച 2 സഹോദരിമാരുണ്ട്. ആരാണ് ശ്രീജ അവർ? അവർ 2 ഇരട്ട സഹോദരങ്ങളാണ്. അവരുടെ ഒരു ടീം തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്താണ് അവർ സാധാരണ ഈ എന്താണ് യാഥാസ്ഥിതിക രീതിയൊക്കെ മാറ്റി മറിച്ചിരിക്കുകയാണ്. അവർ എന്താണ് അവർ ചെയ്തത്? നമുക്ക് ഹരീഷ് തയ്യാറാക്കിയ ആ റിപ്പോർട്ടൊന്ന് കാണാം. ഇതാണ് അഞ്ജനയും അഞ്ജിതയും, വയനാട് ജില്ലയിൽ നിന്നുള്ള ചെണ്ടമേളം ടീമിന്റെ നട്ടെല്ലുകൾ. ഈ ഇരട്ട സഹോദരിമാരുടെ ചുമലിലേറിയാണ് വയനാട് ജില്ലയിലെ വടുവഞ്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വേദി 15-ൽ കുട്ടിക്കയറിയത്. പോയ വർഷം ഹൈസ്കൂൾ വിഭാഗത്തിൽ എ ഗ്രേഡ് നേടിയ ടീമിൽ അംഗമായിരുന്ന ഇരുവരുടെയും അനുഭവ സമ്പത്തായിരുന്നു ഇക്കുറി ടീമിന്റെ മുതൽക്കൂട്ട്. അഞ്ജന വലന്തല കൈകാര്യം ചെയ്യുമ്പോൾ കുഴൽനാടത്തിന്റെ കടിഞ്ഞാൻ അഞ്ജനയ്ക്കാണ്. ഞങ്ങൾ എന്തിനു പോവാണെങ്കിലും ഒരുമിച്ച് പോലെ ഒരുമിച്ച് വന്ന് ചെണ്ടമേളം ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് മുതലേ പഠിക്കണമെന്ന് നല്ലതായിരുന്നു. അങ്ങനെ സ്കൂൾ കലോത്സവത്തിന് കൂടിയാണ്. എല്ലാവരും ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടൊക്കെയാണ്. ചെണ്ടമേളത്തിൽ ഇക്കുറി പങ്കെടുത്ത ടീമുകളിൽ പെൺകുട്ടികൾ നേതൃത്വം നൽകിയ ഒരേ ഒരു ടീമായിരുന്നു വയനാടിൻ്റെത്. എന്നാൽ അത് അവരുടെ പ്രകടനത്തിൽ പ്രകടമായില്ല. ആൺകുട്ടികൾക്കൊപ്പം കട്ടയ്ക്ക് കൂടെ നിന്നു ഈ ഇരട്ട സഹോദരിമാർ. ചെറുപ്പം മുതൽ എല്ലാ കാര്യങ്ങളിലും ഒന്നിച്ചായിരുന്ന സഹോദരിമാർ കലയുടെ കാര്യത്തിലും ഒരുമിച്ചു. അങ്ങനെ പ്രധാനമായും ആൺകുട്ടികൾ കൈവശപ്പെടുത്തിയിരുന്ന ഒരു മത്സര ഇനത്തിൽ അവർ തങ്ങളുടേതായ ഇടം കണ്ടെത്തുകയാണ്. കലോത്സവ വേദിയിൽ നിന്നും അമർജിത് കൽപ്പറ്റയ്ക്കൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്. ഈ ചെണ്ടമേളം അജയുടെ റിപ്പോർട്ടായിരുന്നു കേട്ടോ. നേരത്തെ ഞാൻ ഹരീഷ് എന്ന് പറഞ്ഞ് തെറ്റിച്ചായിരുന്നു. ഇന്നലെ ഭരതനാട്യം വേദിയിൽ അശ്വതിയല്ലേ പോയത്? അതെ, തീർച്ചയായും ഞാനാണ് രാവിലെ പ്രധാന വേദിയിൽ പോയത്. അവിടെ ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെ ഭരതനാട്യമായിരുന്നു. അവിടെ ഒരു കൊച്ചുമിടുക്കനെ ഞാൻ പരിചയപ്പെട്ടു. ആ റിപ്പോർട്ടൊന്ന് കണ്ടുവരാം. ഇത് അഭിമന്യു. മലപ്പുറം പൂക്കോട്ടൂർ GHSSലെ +1 വിദ്യാർത്ഥിയാണ്. നിരവധി പ്രതിസന്ധികൾ താണ്ടിയാണ് അഭിമന്യു ഇന്ന് ഈ വേദിയിലെത്തിയത്. സാമ്പത്തിക പ്രതിസന്ധി, സ്കൂളിലെ പേര് വെട്ടിമാറ്റൽ, 10ാം ക്ലാസ്സിലെ സ്കൂൾ മാറ്റം, അങ്ങനെ നിരവധി വെല്ലുവിളികളായിരുന്നു അഭിമന്യുവിന് താണ്ടാനുണ്ടായിരുന്നത്. ഫോക്കിൽ എനിക്ക് മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ സ്കൂളുകാർ വേറൊരു കുട്ടീനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നോടൊന്ന് മാറി കൊടുക്കാൻ പറ്റുന്നു. എനിക്ക് 3 ഐറ്റമുള്ളതിൽ 2 ഐറ്റം പോവാ, ഫോക്ക് മാത്രം ഒന്ന് മാറിക്കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പറ്റൂല എന്ന് പറഞ്ഞു. മാർക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്കൂൾ മാറിയിട്ടാണ് ഞാൻ സ്റ്റേറ്റ് വരെ പോയത്. എന്നാൽ അവിടെയെല്ലാം അഭിമന്യുവിന് കരുത്തായത് അധ്യാപകരും കുടുംബത്തിന്റെ പിന്തുണയുമായിരുന്നു. അച്ഛനും അമ്മയും 3 സഹോദരങ്ങളും അടങ്ങുന്ന തികച്ചും സാധാരണക്കാരായ കുടുംബം. അച്ഛൻ രാമചന്ദ്രൻ നിർമ്മാണ തൊഴിലാളിയാണ്. അച്ഛന്റെ വരുമാനം മാത്രമാണ് ആകെയുള്ള വരുമാന സ്രോതസ്. സാമ്പത്തിക പ്രതിസന്ധി വില്ലനായപ്പോൾ മകന്റെ ആഗ്രഹങ്ങൾക്ക് മുൻപിൽ അച്ഛൻ വേദനയോടെയാണെങ്കിലും ആദ്യമൊക്കെ കണ്ണടച്ചു. എന്നാൽ മകന്റെ കഴിവ് തിരിച്ചറിഞ്ഞതോടെ മറ്റെല്ലാം മറന്ന് അവനോടൊപ്പം നിന്നു. ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാണ്. പിന്നെ 9ാം ക്ലാസ്സിൽ നിന്നാണ് അവന് ഫസ്റ്റിൽ നൃത്തം കളിക്കണത്. അപ്പോൾ അവിടെ അങ്ങനെ പിന്നെ കളിച്ചു തുടങ്ങി. അപ്പോൾ പിന്നെ ആ കളി ഞാൻ കണ്ടുവന്ന്. ഇപ്പോൾ എൻ്റെ കണ്ണിലന്ന് കണ്ണീര് വന്നു. കാരണം ചില സന്തോഷം കൊണ്ട് എൻ്റെ മോൻ ഇത്രയും നന്നായി കളിക്കണ്ടല്ലോ എന്നുള്ള അപ്പോഴാണ് ഞാൻ ആരും കാണാതെ മെല്ലെ കണ്ണീര് തുടച്ചിട്ട് പിന്നെ അവനോടൊന്നും പറഞ്ഞില്ല, വീട്ടിലും പറഞ്ഞില്ല. അന്ന് ഞാൻ തീരുമാനിച്ചു, കാരണം എന്തായാലും അവനെ പഠിപ്പിക്കണമെന്ന്. അടുത്ത കടമ്പ നല്ല അധ്യാപകരും സാമ്പത്തികവുമായിരുന്നു. അങ്ങനെ അവർ എത്തിയത് പ്രശസ്ത നൃത്താധ്യാപകനായ മോഹൻ നിലമ്പൂർ മാഷിന്റെ അടുത്തേക്ക്. മകന് നൃത്തം പഠിക്കണം, അതിന്റെ ചിലവ് തങ്ങൾക്ക് താങ്ങില്ല. കുറച്ച് മടിയോടെയാണെങ്കിലും അവർ തങ്ങളുടെ വിഷമം അധ്യാപകനെ അറിയിച്ചു. അവനെ എനിക്ക് തരൂ എന്നായിരുന്നു മാഷിന്റെ മറുപടി. നമ്മളെ പഠിപ്പിക്കുന്ന ഏത് കാര്യങ്ങളും അതാ ദിവസം അവൻ പഠിച്ചു വന്ന് കറക്റ്റ് പെട്ടെന്ന് പഠിച്ച 2-3 വർഷം കൊണ്ടാണ് അവൻ ഈ ലെവലിൽ എത്തിയത്. അത് അവൻ്റെ അധ്വാനം തന്നെയാണ്. പിന്നെ അവർ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടാണ്. ഏത് കാര്യത്തിനും ഞങ്ങളുടെ കൂടെ നിൽക്കാറുണ്ട്. പിന്നെ കണ്ടത് വെല്ലുവിളികളെ തകർത്തെറിഞ്ഞ അഭിമന്യുവിന്റെ പോരാട്ടമായിരുന്നു. ഈ വർഷം ഭരതനാട്യം, കുച്ചിപ്പുടി എന്നീ ഇനങ്ങളിലാണ് അഭിമന്യു മത്സരിക്കാനെത്തിയത്. പുരാണങ്ങളിൽ ചക്രവ്യൂഹം ഭേദിച്ചെത്തിയ അഭിമന്യുവിന്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. കലയുടെ ഈ പോരാട്ട വീതിയിൽ പ്രതിസന്ധികളെ തരണം ചെയ്താണ് അഭിമന്യു എത്തിയത്. എന്തായാലും അഭിമന്യുവിന് വലിയ വിജയങ്ങൾ തന്നെ ഇനിയും ഉണ്ടാകട്ടെ. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം അശ്വതി, അമൃത ന്യൂസ്.
ശ്രീജ, നമ്മുടെ കലോത്സവങ്ങളിലെ ഇപ്പോഴത്തെ ഒരു പ്രത്യേകതയാണല്ലേ നമ്മുടെ ഈ ഗോത്ര വിഭാഗങ്ങൾ, അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള വിഭാഗങ്ങളുടെ ഈ തനത് കലാരൂപങ്ങൾ നമുക്ക് കുട്ടികൾ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത് കാണാനും അത് നമുക്കും മനസ്സിലാക്കാനും സാധിക്കുന്നത്, അത് അവരുടെ വേഷഭൂഷാദികളാകട്ടെ, അവരുപയോഗിക്കുന്ന ഓരോ ഉപകരണങ്ങളാകട്ടെ, അതൊക്കെ നമുക്ക് പരിചയപ്പെടാൻ അറിയാൻ സാധിക്കുന്നത് ഇത്തരം കലോത്സവ വേദികളിലൂടെയാണ്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ മറ്റ് നൃത്ത രൂപങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഗോത്ര വിഭാഗങ്ങളുടെ ഈ ഇനങ്ങൾ ഈ കലോത്സവ വേദിയിലൂടെ കഴിഞ്ഞ തവണയാണ് എത്തിത്തുടങ്ങിയത്. മംഗലംകണി നമുക്കറിയാം കാസർഗോഡ് നിന്നുള്ള തനത് കലാരൂപമാണ്. ഈ മാവിലൻ മലവേട്ടുവൻ സമുദായങ്ങളുടെ പരമ്പരാഗത വേഷവിധാനമാണ് അവർ ഇതിനായി ഉപയോഗിക്കുന്നത്. പക്ഷേ നമുക്കറിയാം പ്രകൃതിയോട് ചേർന്നൊരു വേഷമാണ്. സാധാരണ പോലെ വലിയ കോസ്റ്റ്യൂമൊന്നുമില്ല, വലിയ മാലയും അങ്ങനെ ഇങ്ങനെ ചിലവേറിയ ഒരു കോസ്റ്റ്യൂമല്ല. അവരുടെ കോസ്റ്റ്യൂമിന് ഒരു പ്രത്യേകത ഉണ്ട്. അറിയാം അശ്വതി എന്താണെന്ന്? എന്താണത്? എനിക്കത് വലിയ പിടിയില്ല. എന്താണത്? അതാണ് നമ്മുടെ റിപ്പോർട്ടിലൂടെ പറയുന്നത്. അപ്പോൾ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു കോസ്റ്റ്യൂം. അപ്പോൾ നമുക്കത് കണ്ടുവരാം. അതെ. ഒരു തോർത്തുമുണ്ടാണ് മംഗലം കളിയിലെ ആൺകുട്ടികളുടെ വേഷം. മേൽമുണ്ടോ ആഭരണങ്ങളോ ഒന്നുമില്ല. മറ്റു പല ഗോത്ര കലാരൂപങ്ങളിലും പുരുഷന്മാർ ആഭരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ മാവില സമുദായത്തിലെ പുരുഷന്മാർ ഒരു വിധത്തിലുമുള്ള ആഭരണങ്ങൾ ധരിക്കാറില്ല. അരയിൽ ഒരു ചരട് കെട്ടി അതിന്റെ അറ്റത്ത് ഒരു ചെറു സഞ്ചി ഉണ്ടാകും. പണിയായുധങ്ങളും മുറുക്കാനുമൊക്കെയാണ് ഈ സഞ്ചിയിൽ ഉണ്ടാവുക. ചെറുമുണ്ടുകൾ സാരി മാതൃകയിൽ ഉടുക്കുന്നതാണ് സ്ത്രീകളുടെ വേഷം. തോളിലെ കെട്ടാണ് ഇതിൽ പ്രധാനം. കഴുത്തിൽ കല്ലുമാലയും കാതിൽ കൈതോല കമ്മലുമാണ് പ്രധാന ആഭരണങ്ങൾ. കല്ലുകൊണ്ടുള്ള കമ്മലും ധരിക്കാറുണ്ട്. ഡ്രസ്സിങ്ങിൽ ബോയ്സിന് പിന്നെ തോർത്താണ്, വലിയ 10-ാം നമ്പർ തോർത്ത് പറയും, അതാണ്. പിന്നെ അരയിൽ തുടങ്ക്, നമുക്ക് കത്തി പണിയായുധങ്ങൾ വെക്കുന്ന ഒരു സാധനമുണ്ട്. പിന്നെ ഒരു പാക്ക് സഞ്ചി, നമ്മൾ മുറുക്കാൻ പൊതി അഥവാ അത്യാവശ്യം എന്തെങ്കിലും സാധനങ്ങൾ വെക്കാൻ വേണ്ടി ഒരു പാക്ക് സഞ്ചി ഉണ്ട്. മാല കല്ലമാലയാണ്. പിന്നെ മുളരെ ഇതിനോണ്ട് ചെറുങ്ങനെ ഇതാക്കിയിട്ട് അത് മാലയാക്കലുണ്ട്. പിന്നെ ഒരു ചെടിയുണ്ട്, കല്ലമാല ചെടി തന്നെ ഉണ്ട്. അല്ല മൂക്കുത്തിയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ചെമ്പിൻ്റെ വളകളാണ്. ജന്മിമാരെ അടുത്ത ആൾക്കാരുണ്ടാവും നമ്മളെ കയ്യിൽ തന്നെ. അപ്പോൾ അവരെ കിരാൻ അങ്ങനെ വിളിക്കല്ലോ. അപ്പോൾ അവർക്ക് ഒരു വളയുണ്ടാവും, തണ്ടവള എന്ന് പറയും. വേറെ ഒന്നുമില്ല. പുരുഷന്മാരും സ്ത്രീകളും തലയിൽ ഒരു പാളത്തൊപ്പി ധരിച്ചിട്ടുണ്ടാകും. ഇത് വെയിൽ കൊള്ളാതിരിക്കാൻ മാത്രമല്ല, ജന്മിയുടെ പാടത്ത് പണി കഴിഞ്ഞ് കഞ്ഞി കുടിക്കാൻ നേരം ഈ പാളത്തൊപ്പിയിലാണ് കഞ്ഞി വാങ്ങുക. അങ്ങനെ ഗോത്ര വിഭാഗത്തിന്റെ ചരിത്രത്തിലേക്ക് കൂടിയുള്ള നേർക്കാഴ്ചയാണ് മംഗലം കളിയുടെ വേഷം. കലോത്സവ വേദിയിൽ നിന്നും ബിനു ഈശ്വരമംഗലത്തിനൊപ്പം AT അശ്വതി, അമൃത ന്യൂസ്. അപ്പോൾ നമ്മൾ മംഗലം കളിയുടെ കോസ്റ്റ്യൂമിനെ കുറിച്ച് ആളുകൾക്ക് കൂടുതൽ അറിവ് പകർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഡാൻസാണ് എപ്പോഴും കാണാൻ നല്ല രസമല്ലേ? എനിക്കിഷ്ടം ഡാൻസ് തന്നെയാണ് ഈ കലോത്സവത്തിൽ കാണാനായിട്ട്. അതിൽ ഏത് ഐറ്റത്തിനോടാണ് കൂടുതൽ താല്പര്യമുള്ളത്? സംഘനൃത്തമാണ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റം. പക്ഷേ അതിൻ്റെ ഒരു മിനിയേച്ചർ ആണല്ലോ നാടോടി നൃത്തം. അതെ, എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും, ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അവരുടെ കോസ്റ്റ്യൂം ആയാലൊക്കെ തന്നെ ഒരു രസമാണല്ലേ കാണാനൊക്കെ. ഓരോ കഥയുണ്ടാവും. അതെ അതെ. എന്തായാലും നാടോടി നൃത്തത്തെ കുറിച്ചുള്ളൊരു റിപ്പോർട്ട് കാണാം. 9:30 തുടങ്ങുന്ന നാടോടി നൃത്തത്തിന് 9 മണി മുതൽ തന്നെ സദസ്സ് നിറഞ്ഞു. കലോത്സവത്തിന്റെ 2ാം ദിവസം വേദിയുണർന്നത് നാടോടി നൃത്തത്തിന്റെ താളച്ചുവടുകളിലാണ്. പതിവ് പോലെ എല്ലാത്തിന്റെയും ഉള്ളടക്കം ഗംഭീരം തന്നെ. മത്സരാർത്ഥികൾ വേദിയിൽ നിറഞ്ഞാടിയപ്പോൾ സദസ്സും അവരുടെ വിഷമത്തിലും സന്തോഷത്തിലും പങ്കാളികളായി. ഇത് ഭയങ്കര സിമ്പിളാണ്, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് വരുന്നത്. പിന്നെ കുട്ടികളവിടെ കളിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ എഫക്റ്റ് ഇവിടെ കിട്ടും. അപ്പോൾ അവരെ ഇമോഷൻസ് നമുക്കിവിടെ അറിയാൻ പറ്റും. അപ്പോൾ അത് ഭയങ്കരമായിട്ടുള്ളൊരു ഫീല് തരികയാണ്. പങ്കെടുത്തവരെല്ലാവരും A ഗ്രേഡ് വാങ്ങിയാണ് മടങ്ങിയത്. അത്രയ്ക്ക് മനോഹരമായിരുന്നു ഓരോരുത്തരുടെയും പ്രകടനം. കലോത്സവ വേദിയിൽ നിന്നും ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്. പല പല ഇനങ്ങൾ നമ്മൾ കണ്ടു, പല കുട്ടികളെ പരിചയപ്പെട്ടു. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കൊല്ലം സ്വദേശി അമിനെയാണ്. എന്താണ് അമിന്റെ പ്രത്യേകത? അമിൻ ആദ്യമായി കലോത്സവത്തിനെത്തി. പക്ഷേ മാപ്പിളപ്പാട്ടിൽ പങ്കെടുത്ത് A ഗ്രേഡ് വാങ്ങുക മാത്രമല്ല ആ ഇനത്തിൽ തന്നെ ടോപ്പർ ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അമിനെ പരിചയപ്പെടാം. അതെ.
മാപ്പിളപ്പാട്ടിൽ ഫുൾ മാർക്ക് നേടിയ, അതായത് ടോപ്പറായിട്ടുള്ള അമീൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അമീൻ, എങ്ങനെയാണ് ഈ ഒരു മാപ്പിളപ്പാട്ട് പഠനത്തിലേക്ക് എത്തുന്നത്? ഇതിന്റെ പരിശീലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്? മാപ്പിളപ്പാട്ടിന്റെ ഇതിലേക്ക് എത്തുന്നത് മുഹമ്മദ് റാഫി സാറാണ് മാപ്പിളപ്പാട്ട് പഠിപ്പിച്ചത്. സാർ ഇതുപോലെ എൻ്റെ സ്കൂളിൽ ജഡ്ജ്മെന്റിന് വന്നതാണ്, അങ്ങനെ പരിചയപ്പെട്ടതാണ്. അങ്ങനെ സാറ് കഴിഞ്ഞ വർഷം പറഞ്ഞു ഈ വർഷം മാപ്പിളപ്പാട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാണ് മാപ്പിളപ്പാട്ട് ട്രൈ ചെയ്യുന്നത്. ഞാൻ അതിന് സ്റ്റേറ്റിൽ വരാൻ പറ്റി. മാപ്പിളപ്പാട്ടിൽ ഒരുപാട് പാർട്ടിസിപ്പൻസിന് എ ഗ്രേഡ് വരും, പക്ഷെ അതിൽ ടോപ്പറാകുക എന്ന് പറയുന്നത് അപൂർവ ഭാഗ്യമാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും ലഭിക്കുന്ന കാര്യമല്ല. ഒരാൾക്കാണ് ടോപ്പറാകുക എന്ന് പറയുന്നത് ഒരാൾക്കേ ആകാൻ പറ്റൂ. അപ്പോൾ ആ ഒരു നിമിഷത്തെ എങ്ങനെയാണെന്ന്? അത് വളരെയധികം സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണോ ഈ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഈ മാപ്പിളപ്പാട്ട് അവതരിപ്പിക്കുന്നത്? മാപ്പിളപ്പാട്ട് ആദ്യമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം കഥകളി സംഗീതത്തിന് വന്നിട്ടുണ്ട്, എ ഗ്രേഡ് ആയിരുന്നു. ഇനി എന്തൊക്കെ പ്രോഗ്രാമാണ് ഈ ഉള്ളത് ഇവിടെ? ഇനി കഥകളി സംഗീതം അടുത്ത ദിവസമാണ്, അതോ എന്താണ് അതിന്റെ തയ്യാറെടുപ്പുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ടോ? തയ്യാറെടുപ്പുകളെല്ലാം കഴിഞ്ഞു. അത് 17-ാം തീയതിയാണ്. അപ്പം മാപ്പിളപ്പാട്ട് ഇവിടെ അവതരിപ്പിച്ച അതിനകത്തുനിന്നൊരു നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്തെങ്കിലും? അസ്ഹബരത്തും കുബഗതിലെ അബുജഹലത്തെ പൂവിനതിലെ അടനമില്ല വിടമ തിരഞ്ഞിട്ട യക്ബറിയാശവരേ കുന്തന്മാട് ചിന്തും വേളை കൂന്തൽ തെല്ലും ചീകിലിണ്ടും വിണ്ട് തണ്ണല്ലതിലൊടുവരെ തന്നുവതു പെടുകില്ല എണ്ടും വിണ്ടാറുണ്ടാനേ തരമതു ജഗനുടെ മതനുടെ കരികിട്ട് കിണ്ടൻ കൊണ്ടനിൽ വിണ്ടാനേ ഉദികത്ത് മുമ്മറൊല്ലി തരമതിലരുള്ളിട്ട് ചതികിത്ത് കരുതിടന്നോടി സഹബവരോടി മദരുടെ ഖസ്മത്തിലെ ബദരുടെ പുറമതിലെ അശകേറെ തിങ്കും താനം ബക്കാത്തനിലായി അസിറാരത് പൊങ്കും ബാനം മദരംബിടലായി അശുഭകൾ ഒരു തരം അത് പുറമേറി അശനമതെടുത്തുടൻ വിടണമനോതി കതിർകത്ത് മൂമരയ ഹിസമുവിനാസും തനാളു ബണ്ടൊരു തനം കൂടാം എണ്ടും തിരിവരുത്ത വീടം വിട്ടോടാം എണ്ടും തങ്കറണ്ടരുമ തനം പുകിന്ത് ഇതിലുണ്ട് ഹിഷാമരതടപെടുണ്ട് ഇരുമിക ഒരു മതിനോട് മതിനയ പുകന്തിട്ട് അതിലൊരു ഹിഷാമു ശിവ ഹിജുരത് ബദരിശലേ. നന്നായിരുന്നു. എന്തായാലും കഥകളി സംഗീതത്തിലും ഇതുപോലെ തന്നെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. അതാണ് മാപ്പിള സംഗീതത്തിൽ എ ഗ്രേഡ്, ഒരുപാട് കുട്ടികൾക്ക് എ ഗ്രേഡ് ലഭിക്കും, പക്ഷേ അതിൽ ടോപ്പറാകുക എന്ന് പറയുന്നത് ഒരു അപൂർവ ഭാഗ്യം തന്നെയാണ്. ആ ഭാഗ്യമാണ് അമീന് വന്നു ചേർന്നിരിക്കുന്നത്. കലോത്സവ വേദിയിൽ നിന്നും അമർജിത്തിനൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്. കലോത്സവ വേദികളെല്ലാം ഉണരാനിരിക്കുന്നു. 9:00 തന്നെ മത്സരങ്ങൾ ആരംഭിക്കും എന്നാണ് പ്രതീക്ഷ, അല്ലേ അശ്വതി? അതെ, പക്ഷേ നമുക്ക് കലോത്സവ വാർത്തകളിലേക്ക് വന്നപ്പോ മറ്റു വാർത്തകൾ എന്താണെന്ന് ഒരു പിടിയുമല്ലേ ശ്രീജ? അതിനല്ലേ ഇവിടെ മായ നിൽക്കുന്നത്. അതെ അതെ, അപ്പൊ നമുക്ക് മായയിലേക്കൊന്ന് പോവേണ്ടതുണ്ട് അല്ലേ? മായയിലേക്ക് തിരിച്ചു. ശരി, കലോത്സവ വിശേഷങ്ങൾ തീരുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. വേദിയൊക്കെ സജീവമാണെങ്കിൽ ശ്രീജ പറഞ്ഞതുപോലെ ഒരു 9:30 ആകണം. അപ്പോൾ നമുക്ക് തിരിച്ചെത്താം എന്തായാലും കലോത്സവ വിശേഷങ്ങളൊക്കെയുമായി. ഇനി നമുക്ക് ശബരിമലയിലെ വാർത്തകൾ നോക്കാം. ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവത്തിന് ശേഷവും ഭക്തരുടെ തിരക്ക് തുടരുന്നു. ഉത്സവത്തിന്റെ ഭാഗമായുള്ള ചടങ്ങുകൾ സന്നിധാനത്ത് പുരോഗമിക്കുകയാണ്. രജിത്തുണ്ട് വിവരങ്ങളുമായി. രജിത്ത്, ഈ ഭക്തരുടെ ആ ഒഴുക്ക് തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഇപ്പോൾ ശബരിമലയിൽ നിന്നുള്ള ഒരു വിശേഷങ്ങൾ? മായ, ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക് തുടരുകയാണ്. കാരണം ഈ മകരവിളക്ക് പൂജകൾക്ക് ശേഷം പൂജകൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മകരവിളക്കിന് ശേഷമുള്ള ദിവസങ്ങളാണ്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നട തുറന്നിരിക്കുക. 20-ാം തീയതിയോടുകൂടി രാജപ്രതിനിധി ശബരിമലയിലെത്തി ദർശനം നടത്തുന്നതോടുകൂടിയാണ് നടയടയ്ക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രധാന പൂജകളൊക്കെയും തന്നെ നടക്കുന്നത് ഈ 5 ദിവസങ്ങളിലാണ്. അത് മണിമണ്ഡപം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ശബരിമലയിലെ പ്രധാന പൂജകളൊക്കെയും നടക്കുന്നത്.
ഇന്ന് അവിടെ പ്രധാനമായി ഉള്ളത് കളമെഴുത്തും മറ്റ് എഴുന്നള്ളിപ്പ് അടക്കമുള്ള ചടങ്ങുകളാണ്. അത് ഈ 5 ദിവസവും തുടരുകയും ചെയ്യും. ഇന്നിപ്പോൾ വില്ലാളി വീരൻ്റെ രൂപത്തിലുള്ള കളമെഴുതിയാണ് പൂജകൾ അവിടെ നടക്കുക. വൈകുന്നേരത്തോടുകൂടി ഈ കളം മായ്ക്കുന്നതോടുകൂടിയാണ് അവിടുത്തെ ചടങ്ങുകൾക്ക് സമാപനമാകുന്നത്. അതിന് വിളക്കെഴുന്നള്ളിപ്പ് മണിമണ്ഡപത്തിൽ നിന്നും സന്നിധാനത്തേക്ക് എത്തിയതിനു ശേഷം തിരികെ എത്തുന്നതോടുകൂടിയാണ് ഈ കളം മായ്ച്ചുകൊണ്ടുള്ള ചടങ്ങുകൾ അടക്കം നടക്കുന്നത്. ഇനി 20-ാം തീയതി വരെ ഈ പൂജകൾ തുടരും. 20-ാം തീയതി രാജപ്രതിനിധി സന്നിധാനത്തെത്തി ദർശനം നടത്തുന്നതോടുകൂടിയാണ് പടിയിറങ്ങുന്നതോടുകൂടിയാണ് നടയടച്ച് ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് പൂജകൾക്ക് സമാപനമാകുന്നത്. മായ. ശരി, എന്തായാലും ശബരിമലയിൽ ഭക്തരുടെ തിരക്കുണ്ട്. രജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു വാർത്ത കൂടി നോക്കാം. അമൃത ഓൺലൈൻ ഫ്യൂച്ചർ സ്കിൽസ് കോൺക്ലേവ് കൊച്ചിയിൽ ആരംഭിച്ചു. 2 ദിവസങ്ങളിലായി കൊച്ചി അമൃത ആശുപത്രി ക്യാമ്പസിൽ നടക്കുന്ന പരിപാടി അന്താരാഷ്ട്ര വികസന കൺസൾട്ടന്റും സീനിയർ മാനേജ്മെന്റ് കോച്ചുമായ സമിത് പ്രഭാത് IH ഉദ്ഘാടനം ചെയ്തു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള തൊഴിൽ സാഹചര്യങ്ങളിൽ പ്രൊഫഷണലുകളെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ അമൃത വിശ്വവിദ്യാപീഠം ഓൺലൈൻ വിഭാഗം സംഘടിപ്പിക്കുന്നതാണ് ഫ്യൂച്ചർ സ്കിൽസ് കോൺക്ലേവ്. 2 ദിവസങ്ങളിലായി കൊച്ചി അമൃത ആശുപത്രി ക്യാമ്പസിലാണ് പരിപാടി നടക്കുന്നത്. അമൃത സർവകലാശാല ചാൻസലർ കൂടിയായ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സന്ദേശം ചടങ്ങിൽ വായിച്ചു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. To become successful in your life, no matter whether in the spiritual field or material field, professional field, everywhere you need this intuitive knowledge. That is so important. That's why here in Amrita, you can get most modern technology in a spiritual atmosphere. That's very different. So to get that kind of innocence, Amma says, you need surrender. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ വികാസങ്ങളെയും ഭാവി വിദ്യാഭ്യാസ ഗവേഷണങ്ങളെയും കുറിച്ചുള്ള ധവളപത്രം ചടങ്ങിൽ പ്രകാശനം ചെയ്തു. അമൃത വിശ്വവിദ്യാപീഠം രജിസ്ട്രാർ ഡോക്ടർ P. അജിത് കുമാർ, എഞ്ചിനീയറിംഗ് ഡീൻ ഡോക്ടർ ശശങ്കൻ രാമനാഥൻ, അമൃത ഓൺലൈൻ പ്രോഗ്രാംസ് ഡീൻ ഡോക്ടർ കൃഷ്ണശ്രീ അച്യുതൻ, IT, സൈബർ സുരക്ഷ, ഫിനാൻസ് എന്നീ മേഖലകളിലെ വിദഗ്ധരായ വിനോദ് നീലനാഥ്, രാകേഷ് രാജശേഖരൻ, പ്രകാശൻ AK, വിവേക് കൃഷ്ണ ഗോവിന്ദ്, വീഗാലാൻഡ് ഹോംസ് ഡയറക്ടർ കുര്യൻ തോമസ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കൊച്ചി. ഈ റിപ്പോർട്ടോടുകൂടി ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.